We studied about the interior of the earth in the previous class using seismic waves. So hope that all clear to you. Now we are moving to the new part now. So hope you have read chapter 3 of the class 11 NCRT. പതിനൊന്നാമത്തെ ക്ലാസ് 11ന്റെ NCRTയിലെ ചാപ്റ്റർ 3ലാണ് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അതിലെ ആദ്യത്തെ ഒരു 6 ചാപ്റ്റേഴ്സ് +1 NCRT ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി ആണോ ഫിസിക്കൽ ജോഗ്രഫി ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ 6 +1 ജോഗ്രഫിയുടെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഒന്ന് വായിച്ചു വയ്ക്കാം. ഓക്കെ. So now we have moving to composition of the interior of the earth. So now we are moving to a new part known as composition. Slide will be visible right now. The composition of the interior of the earth. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു എർത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നതിന് സീസ്മിക് വേവ്സ്, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിന്റെ ഒരു സ്ട്രക്ചർ വരച്ചിരുന്നു. അതിലെ സീസ്മിക് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ എല്ലാം നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു പോർഷനിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഔട്ടർ കോർ ഓഫ് ദ എർത്ത് ഇസ് ലിക്വിഡ് സ്റ്റേറ്റ്, ഇന്നർ കോർ ഓഫ് ദ എർത്ത് ഇസ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള പോയിന്റ് മാത്രമാണ് നമുക്ക് അതിലൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വളരെ റെലവെന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്. One second, I think I have a internet issue right now. The slide will be visible right now. Okay, wait for that. So നമുക്ക് അതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പോയിന്റ് മാത്രമാണ്. പിന്നെ പ്രീവിയസ് ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോക്സിനെ കുറിച്ചിട്ടാണ്. റോക്ക് ടൈപ്സ് ഓഫ് റോക്ക് സൈക്കിള് തുടങ്ങിയ കാര്യങ്ങളാണ് ടുഡേ നമ്മൾ നോക്കാൻ പോകുന്നത്. One second, I will join right now. സ്ലൈഡ് ഇപ്പോൾ വിസിബിൾ ആവും. ഒരു ചെറിയ കണക്ടിവിറ്റി ഇഷ്യൂ. 1 second, I will be back.
Okay, so the screen is visible to you now. So composition of the interior of the earth നമുക്ക് നോക്കാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് ഇന്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ച് തന്നെയാണ്. അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. Now we have to study the composition of the interior of the earth. ഇത് ക്ലാസ് +1 NCERT-യിലാണുള്ളത്. ചാപ്റ്റർ 3-ലാണ് ഈ ഒരു ഇന്റീരിയർ ഓഫ് ദ എർത്ത് വരുന്നത്. +1 NCERT-യുടെ ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് ഈ ഒരു പോർഷന് റെഫറൻസ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കാം. ഇപ്പോൾ സ്ക്രീനും വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു, സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഫ് എനി പ്രോബ്ലം പ്ലീസ് കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. Okay, so the composition of the interior of the earth നമുക്ക് പഠിക്കേണ്ടത് earth as a whole ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അയൺ ആണ്, followed by oxygen, followed by silicon. Then എർത്തിന്റെ ക്രസ്റ്റിൽ, അതായത് ഔട്ടർ സർഫസിൽ എർത്തിന്റെ നമ്മൾ കാണുന്ന ക്രസ്റ്റിൽ വരുന്ന പോർഷനിൽ ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ വരിക, ദെൻ സിലിക്കൺ, ദെൻ അലൂമിനിയം. ഈ ഒരു ഓർഡർ ആദ്യത്തെ ഒരു 3 4 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. എർത്ത് ആസ് എ ഹോൾ വരുമ്പോഴുള്ള എലമെന്റ്സും എർത്തിന്റെ ക്രസ്റ്റിൽ വരുന്ന എലമെന്റ്സിന്റെയും കോമ്പോസിഷൻ ഒക്കെ അതിന്റെ ഒരു ആ ഒരു ഓർഡർ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ജസ്റ്റ് നോട്ട് ഡൗൺ ദാറ്റ് ആ ഒരു 4 എലമെന്റ്സിന്റെ പേര് രണ്ടിലെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക ആ ഓർഡറിൽ. അയൺ, ഓക്സിജൻ, സിലിക്കൺ. ക്രസ്റ്റിലാവുമ്പോൾ ഓക്സിജൻ, സിലിക്കോൺ, അലൂമിനിയം. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം. Okay. Now we have to study about rocks. So നമുക്ക് ഇതിനകത്ത് റോക്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. റോക്ക് ഇൻ ദ ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള റോക്സിനെ നമ്മൾ NCERT-ൽ തന്നെ ടൈപ്സ് ആയിട്ട് 3 ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. Igneous rocks, metamorphous rock, sedimentary rocks. These are the 3 types of rocks present in the earth crust. Earthന്റെ ക്രസ്റ്റിലുള്ള 3 types of rocks ആണ് igneous rocks, metamorphous rock and sedimentary rock. Okay, 3 types of rock: igneous, metamorphous and sedimentary rock. And this is the rock cycle. So I will deal it with rock cycle later. So first type is igneous rock. നിങ്ങൾ ഇതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് മാത്രം നോക്കാം. ഇഗ്നിയസ് റോക്സിൽ ഓർത്തിരിക്കേണ്ടത്, ഇഗ്നിയസ് റോക്സ് ആർ നോൺ ആസ് പേരന്റൽ റോക്ക്. പേരന്റൽ റോക്ക് എന്നാണ് ഇഗ്നിയസ് റോക്ക് അറിയപ്പെടുന്നത്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് പേരന്റൽ റോക്ക്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ. മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ടാണ് മാഗ്മ പുറത്തേക്ക് വന്ന് അത് കട്ടിയായിട്ടാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പേരന്റൽ റോക്ക് എന്ന് പറയുന്നത്. അതായത് റോക്കിന്റെ ഏറ്റവും ഒറിജിൻ എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്ക് ആണ്. മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഇഗ്നിയസ് റോക്ക്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ as parental rock. ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ ഓർ ലാവ. ഓക്കെ. Then second point, they don't have strata or layers. അത് layers ആയിട്ട് ആയിരിക്കില്ല വിസിബിൾ ആയിരിക്കാം. അതൊരു തിക്ക് ഒരു ഒന്നാകെ ഒരു ബോണ്ട് ഒരു ഇതായിട്ടായിരിക്കും, തിക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുക. ലെയർ ബൈ ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ. തേർഡ് പോയിന്റ്, ദേ ആർ ക്രിസ്റ്റലൈൻ. മൂന്നാമത്തെ പോയിന്റ് ക്രിസ്റ്റലൈൻ ആയിരിക്കും. മാഗ്മ സോളിഡിഫൈ ചെയ്തത് കൊണ്ട് ഇതിൽ ഫോസിൽസ് ആബ്സെന്റ് ആയിരിക്കും. 4 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഫസ്റ്റ്, സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ വഴിയാണ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ്, ആബ്സെൻസ് ഓഫ് ലെയേഴ്സ് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ആണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഫോസിൽസ് ആണ്. ഈ 4 പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ. Then next type is sedimentary rock. Sedimentary rock എന്ന് പറയുന്നത് formed by the lithification of soil. സോയിലിന്റെ ലിത്തിഫിക്കേഷൻ. ലിത്തിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി സോയിലിനെ ഇറോഷണൽ ഏജൻസ്
എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ഇഗ്നിയസ് റോക്ക് ആയിക്കോട്ടെ, ഇതിനെ വെതർ ചെയ്യുന്നു. ഇറോഷണൽ ഏജൻസ് വെതർ ചെയ്ത് ആ വെതർ ചെയ്ത എലമെന്റ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് പോയി അതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് പിന്നീട് സോളിഡിഫൈ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന റോക്കുകളെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സെഡിമെന്ററി റോക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറോഷൻ ഓഫ് റോക്ക് ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇഗ്നിയസ് റോക്ക് ആയിക്കോട്ടെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെഡിമെന്ററി റോക്കോ മെറ്റാമോർഫസ് റോക്കോ ആയിക്കോട്ടെ, അതിന് ഇറോഷൻ സംഭവിക്കുന്നു. ഈ ഇറോഷൻ സംഭവിച്ച മെറ്റീരിയൽസിനെ ഇറോഷണൽ ഏജന്റ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നു. ആ ക്യാരി ചെയ്തുകൊണ്ട് പോയ ശേഷം അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഡെപ്പോസിഷന് പിന്നെ കോമ്പാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ട്, കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ അത് കട്ടിയായിട്ട് മാറുന്ന ആ ഒരു മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ ലിത്തിഫിക്കേഷൻ വിളിക്കുന്നത്. ഈ ഒരു ലിത്തിഫിക്കേഷൻ വഴി ഫോം ചെയ്യുന്നതാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെഡിമെന്ററി റോക്ക് അപ്പൊ ആദ്യം ഒന്ന് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, ഒരു ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ടാമത്തെ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും, മൂന്നാമത്തെ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ലെയർഡ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് സെഡിമെന്ററി റോക്സിന് കാണാൻ പറ്റുക. അതുപോലെ ഇഗ്നിയസ് റോക്സിന്റെ അത്രയും ഹാർഡ് ആയിരിക്കില്ല സെഡിമെന്ററി റോക്ക്. ഓക്കെ, സോ ഓൾവേസ് സ്ട്രാറ്റിഫൈഡ് ആയിരിക്കും. അതുപോലെ ഇറോഷണൽ ഏജന്റ് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അതിൽ ഫോസിൽസ് ഒക്കെ പെടാം. മരങ്ങളുടെ അവശിഷ്ടങ്ങള്, ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടാകും. അതുകൊണ്ട് ദേ മേ ഹാവ് ഫോസിൽസ്. ഇതിന് ഓർത്തിരിക്കേണ്ടത് സെഡിമെന്ററി റോക്ക് ആർ ഫോംഡ് ബൈ ദ ലിത്തിഫിക്കേഷൻ ഓഫ് സോയിൽ. ലിത്തിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറോഷൻ, ഡെപ്പോസിഷൻ, കോമ്പാക്ഷൻ, ഈ മൂന്ന് പ്രോസസ്സിനെ കൂടെ ചേർത്ത് പറയുന്നതാണ് ലിത്തിഫിക്കേഷൻ. ഈ ലിത്തിഫിക്കേഷൻ വഴിയിട്ടാണ് സെഡിമെന്ററി റോക്ക് ഫോം ചെയ്യുന്നത്. സ്ട്രാറ്റിഫൈഡ് ആയിരിക്കും, ലെയേർഡ് ആയിരിക്കും, അതുപോലെ അതിൽ ഫോസിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സെഡിമെന്ററി റോക്സിന്റെ ബേസിക് ഫീച്ചേഴ്സ്. തേർഡ് റോക്ക് ആണ് മെറ്റമോർഫോസ്ഡ് റോക്ക്. മെറ്റമോർഫോസ്ഡ് റോക്ക് എന്ന് പറയുന്നത് ഓൾറെഡി സെഡിമെന്ററി റോക്കിനോ പ്രഷർ കൊണ്ടോ ടെമ്പറേച്ചർ കൊണ്ടോ ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ മെറ്റമോർഫിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫോം എന്നാണ്. ചേഞ്ച് ഇൻ ഫോം എങ്ങനെ വരുന്നു? ഇഗ്നിയസ് റോക്സിനോ സെഡിമെന്ററി റോക്കിനോ ചേഞ്ച് ഇൻ ഫോം വരാണ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർ പ്രഷർ. അതിനെയാണ് നമ്മൾ മെറ്റമോർഫോസ്ഡ് റോക്ക് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഫോസിൽസ് ഉണ്ടാവില്ല, സ്ട്രാറ്റിഫിക്കേഷനും ഉണ്ടാവില്ല. We cannot say complete absence of fossil because കാരണം അതൊരു സെഡിമെന്ററി റോക്കിനാണ് മെറ്റമോർഫോസിസ് നടക്കുന്നതെങ്കിൽ they can have ഫോസിൽസ് ഉണ്ടാവാം. ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ ഫോസിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ സ്ട്രാറ്റിഫിക്കേഷനും we cannot completely say no stratification, but usually stratifications കുറവായിരിക്കും. ഓക്കെ, ഇനി ഗ്രാനൈറ്റ് റോക്കിന് ഗ്രാനൈറ്റ് ഈസ് ആൻ ഇഗ്നിയസ് റോക്ക് ആണ്. ഈ ഗ്രാനൈറ്റ് റോക്കിന് മെറ്റമോർഫോസിസ് സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്ന റോക്കിനെയാണ് നമ്മൾ നീസ് എന്ന് വിളിക്കുന്നത്. ഗ്രാനൈറ്റിന് മെറ്റമോർഫോസിസ് നടന്നിട്ടുണ്ടാവുന്ന റോക്കാണ് നീസ്. ലൈംസ്റ്റോൺ ഈസ് എ സെഡിമെന്ററി റോക്കാണ്. ഈ ലൈംസ്റ്റോണിന് മെറ്റമോർഫോസിസ് നടന്നിട്ടുണ്ടാവുന്നതാണ് മാർബിൾ. സാൻഡ്സ്റ്റോൺ അഗെയിൻ എ സെഡിമെന്ററി റോക്കാണ്. സാൻഡ്സ്റ്റോൺ അതിന് മെറ്റമോർഫോസിസ് നടന്നിട്ടുണ്ടാവുന്ന റോക്കാണ് ക്വാർട്സൈറ്റ്. മഡ്സ്റ്റോൺ അല്ലെങ്കിൽ ക്ലേ എന്ന് പറയുന്ന സെഡിമെന്ററി റോക്കിന് മെറ്റമോർഫോസിസ് നടന്നിട്ടുണ്ടാവുന്നതാണ് സ്ലേറ്റ് അല്ലെങ്കിൽ ഷിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓർത്തിരിക്കുക, ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയത് കേട്ടോ. ഈ ബസാൾട്ടിൽ നിന്നാണ് ബ്ലാക്ക് സോയിൽ ഫോം ചെയ്യുന്നത്. റീഗർ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ, അതൊരു ഇഗ്നിയസ് റോക്കിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഞാൻ തരുന്ന നോട്ടിൽ ഇതൊക്കെ ഉണ്ടാവും. ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആർ ഇഗ്നിയസ് റോക്ക്. ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ക്ലേ തുടങ്ങിയതൊക്കെ സെഡിമെന്ററി റോക്കാണ്. ദെൻ ക്വാർട്സൈറ്റ്, മാർബിൾ, നീസ്, സ്ലേറ്റ് അല്ലെങ്കിൽ ഷിസ്റ്റ് എന്നൊക്കെ പറയുന്നത് മെറ്റമോർഫോസ്ഡ് റോക്കാണ്. മെറ്റമോർഫോസ്ഡ് റോക്കിന് എക്സാമ്പിൾ ആണ്. Okay. So let's see a question from UPSC prelims 2001. Consider the following statement. Consider the following statement about the sedimentary rock. Sedimentary rock are formed at the Earth's surface by hydrological system, hydrology which related to water. Formation of sedimentary rock involved weathering of pre-existing rock. Sedimentary rock contain fossils. Sedimentary rock occur in layers. So which of these are right?
Sedimentary rock are formed by Earth's surface by the hydrological system. Hydrological system എന്ന് പറയുന്നത് water ആണ്, water related ആണ്. So sedimentary rocks can be formed by the hydrological system. അല്ലെ, റിവർ പോലുള്ള ഏജൻസിന് വെതറിംഗ് നടത്തി ഡെപ്പോസിഷൻ നടത്തി they can make sedimentary rock. So that statement is right. Formation of sedimentary rock involve weathering of a pre-existing rock. That's also right. വെതറിംഗ് നടന്നിട്ടാണ് ആ ഒരു മെറ്റീരിയലിനെ പിന്നീട് ക്യാരി ചെയ്തുകൊണ്ട് പോയിട്ടാണ് ഡെപ്പോസിഷൻ നടന്നിട്ടാണ് സെഡിമെന്ററി റോക്ക് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ റൈറ്റ്. Sedimentary rock contain fossils. So that statement also right. Sedimentary rock occur in layers. So all these statements are correct. Okay, all these statements are correct. So quartzite is a next question 2001 തന്നെ ചോദിച്ചതാണ്. Quartzite is a metamorphosed from which one? സാൻഡ്സ്റ്റോണിൽ നിന്നാണ് ക്വാർട്സൈറ്റ് ഫോം ചെയ്യുന്നത്. സോ സാൻഡ്സ്റ്റോൺ ആണ് ഇതിന്റെ ആൻസർ സി, സാൻഡ്സ്റ്റോൺ. സോ ക്വാർട്സൈറ്റ് is formed from sandstone. Okay, so this is all about the basic things about rocks. ഇതിന്റെ നോട്ട് തരും, ഞാൻ നോട്ട് ഒരു തവണ വായിച്ചു നോക്കിയാൽ മതി. വളരെ ബേസിക് തിങ് ആണ്. പ്രിലിംസിന് ചോദിക്കാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ട് ഇപ്പം ഇതിന്റെ ഏതെങ്കിലും ഗ്രാനൈറ്റ് എന്ന് പറയുന്ന റോക്ക് ഇപ്പം ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണെന്നറിയാം. അപ്പൊ ഇഗ്നിയസ് റോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാനൈറ്റിന്റെ പേരിൽ തന്നിട്ട് ചോദിക്കും. സോ എക്സാമ്പിൾ, ഗ്രാനൈറ്റ് ഈസ് എ ക്രിസ്റ്റലൈൻ റോക്ക് എന്ന് ചോദിക്കാം. So whether it is true or false, granite is a crystalline rock. So we know that granite is an igneous rock. So granite should be crystalline. അപ്പൊ ആ രീതിയിലും കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, now we have to study about the geological time scale. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഇതിങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പോയാൽ മതി. NCERT ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോവാം. Okay, so 4.6 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് എർത്ത് ഫോം ചെയ്യുന്നത്. സോ ആ ഒരു ഇയോൺ എറ നമ്മൾ അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ഇയോണിൽ തന്നെ പല എറകൾ ഉണ്ടാകും. സോ ഈ ഒരു ഇയോണിനെ നമ്മൾ പ്രീ കാംബ്രിയൻ എന്നാണ് വിളിക്കുക. എർത്ത് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീ കാംബ്രിയൻ ഇയോൺ എന്നാണ് വിളിക്കുക. സോ ഈ പ്രീ കാംബ്രിയൻ ഇയോണിൽ തന്നെ പല എറകൾ ഉണ്ടാകും. പ്രോട്ടറോസോയിക് എറ, ആർക്കിയൻ എറ, ഹാദിയൻ എറ, ഇങ്ങനെ നമ്മൾ പല എറകളായിട്ട് തിരിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എഴുതിയിട്ടില്ല. അപ്പൊ ആ ഇമ്പോർട്ടൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ഇൻ ദ പ്രീ കാംബ്രിയൻ എറ, pre-Cambrian eon, Proterozoic era, there is no life. The first life appeared in the Archean era. ഇപ്പൊ ഇത് ഓർത്തിരിക്കുക. ഈ പീരീഡ് ഒന്നും ഓർക്കണ്ട, ഇയേഴ്സ് ഒന്നും ഓർക്കണ്ട, ഇയേഴ്സ് ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ ലൈഫ് ഫോം വരുന്നത് ആർക്കിയൻ എറയിലാണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഈ ഫിഷ് വരുന്നത് ഹാദിയനിലാണ്. സോ ഫസ്റ്റ് ലൈഫ് വരുന്നത് ആർക്കിയനിലാണ്. ഫസ്റ്റ് ഫിഷ് ഇവോൾവ് ചെയ്യുന്നത് ഹാദിയനിലാണ്. കോൾ എല്ലാം ഫോം ചെയ്യുന്നത് കാർബോണിഫറസ് പീരീഡിലാണ്, അതായത് പാലിയോസോയിക് എറയിലാണ് വരുന്നത്. സോ പാലിയോസോയിക് എറയിലാണ് കോൾ വരുന്നത്. ദെൻ മീസോസോയിക്കിലാണ് റെപ്റ്റൈൽസും ഡൈനോസോൾസും ഒക്കെ വരുന്നത്. ഡൈനോസോൾസ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത് മീസോസോയിക് എറയിലാണ്. reptiles dinosaurs ഒക്കെ വരുന്നത് mesozoic. I will give this table in your note. Okay, then Cenozoicലാണ് ബേർഡ്സും മാമൽസും വരുന്നത്. ഹ്യൂമൻസ് വരുന്നത് ഹോളോസീൻ എന്ന് പറയുന്ന എപ്പോക്കിലാണ്. ഓക്കെ, ഹോളോസീൻ എന്ന് പറയുന്ന എപ്പോക്കിലാണ് ഹ്യൂമൻ ബീയിങ്സ് ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദ പ്രീ കാംബ്രിയൻ എറ, അത് നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. പ്രീ കാംബ്രിയൻ എറയിൽ ഓൾ ദ കോണ്ടിനെന്റ്സ് വർ യുണൈറ്റഡ്. ആ ഓൾ ദ കോണ്ടിനെന്റ്സ് യുണൈറ്റഡ് ചെയ്തതിനെ നമ്മൾ റൊഡീനിയ എന്നാണ് വിളിക്കുന്നത്. റൊഡീനിയ എന്നാണ് ആ ഒരു കോണ്ടിനെന്റിനെ നമ്മൾ വിളിച്ചിരുന്നത്. ദെൻ പ്രീ കാംബ്രിയൻ എറയിൽ റൊഡീനിയ ആയിരുന്നു. പാലിയോസോയിക്, ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര റെലവെന്റ് അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. ഡോണ്ട് വറി, ഇത് മനസ്സിലായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഇൻ ദ പാലിയോസോയിക് എറയിൽ റൊഡീനിയ ബ്രേക്കപ്പ് ചെയ്യാണ്. പല പല കോണ്ടിനെന്റ്സ് ആയിട്ട് നമ്മൾ ഈ റൊഡീനിയ ബ്രേക്കപ്പ് ചെയ്യാണ്. സോ ഹിയർ ഇന്ത്യ ഇവിടെ ഉണ്ട്, ചൈന ഈസ് വെരി ഫാർ ഫ്രം ഇന്ത്യ, ലൈക്ക് നോർത്ത് ചൈന ഇവിടെയാണ്, സൗത്ത് ചൈന ഇവിടെയാണ്. സോ ഇൻ ദ പാലിയോസോയിക് എറ റൊഡീനിയ ബ്രേക്കപ്പ് ഇൻ ടു ഡിഫറെന്റ് കോണ്ടിനെന്റ്സ്. നോട്ട് ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ കോണ്ടിനെന്റ്സ് പോലെയല്ല, അന്ന് വേറൊരു രീതിയിലായിരുന്നു ഇത് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റൊഡീനിയ ഉണ്ടായിരുന്നു പ്രീ കാംബ്രിയനില്. സോ പാലിയോസോയിക് ആയപ്പോഴേക്കും റൊഡീനിയ ബ്രേക്കപ്പ് ചെയ്യുന്നു. മീസോസോയിക് ആകുമ്പോഴേക്കും എഗെയിൻ ഈ കോണ്ടിനെന്റ്സ് എല്ലാം യുണൈറ്റ് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു.
മെർജ് ചെയ്തിട്ട് പാഞ്ചിയ ഫോം ചെയ്യുന്നു. ഇത് ഇവിടെ തൊട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മീസോസോയിക് എറയില് സോ വാട്ട് ഫോംസ് പാഞ്ചിയ ഫോം ചെയ്യുന്നു. ഓക്കെ, എല്ലാ കോണ്ടിനെന്റ്സും കൂടെ ജോയിൻ ചെയ്ത് പാഞ്ചിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. ദിസ് പാഞ്ചിയ വാസ് ഫ്ലോട്ടിംഗ് ഓവർ എ സൂപ്പർ ഓഷ്യൻ നോൺ ആസ് പാന്തലാസ. പാന്തലാസ എന്ന് പറയുന്ന സൂപ്പർ ഓഷ്യന് മുകളിൽ പാഞ്ചിയ വാസ് ഫ്ലോട്ടിംഗ് ഓവർ. ഓക്കെ, സോ ഇൻ 200 million years ago again ഈ പാഞ്ചിയ ബ്രേക്കപ്പ് ചെയ്യാണ് രണ്ട് പാർട്ടായിട്ട്, ലൊറേഷ്യയും ഗോണ്ടുവാനയും. നോർത്തേൺ പോർഷനെ നമ്മൾ ലൊറേഷ്യ എന്നും സദേൺ പോർഷനെ വി കോൾ ഇറ്റ് as ഗോണ്ടുവാന. സോ ദിസ് ലൊറേഷ്യ, ഇന്ത്യ വാസ് എ പാർട്ട് ഓഫ് ദിസ് ഗോണ്ടുവാന ലാൻഡ്. സോ ഇതിന്റെ ഇടയിൽ ഒരു സീ ഇൻക്ലൂഡ് ചെയ്തു. ദാറ്റ് സീ ഈസ് നോൺ as ടെത്തസ് സീ എന്നാണ്. അതായത് ഒരു ഓഷ്യന്റെ ഇടയിൽ ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഇടയിലേക്ക് ഒരു സീ വരുന്നു. ആ സീനെ നമ്മൾ ടെത്തസ് സീ എന്ന് വിളിക്കുന്നു. സോ ദാറ്റ് ടു ഡിവിഷൻസ് ആർ ലൊറേഷ്യ ആൻഡ് ഗോണ്ടുവാന. ഇന്ത്യ വാസ് പാർട്ട് ഓഫ് ഗോണ്ടുവാന ലാൻഡ്. ഓക്കെ, again 160 million years ago ഈ ഗോണ്ടുവാന പിന്നെയും ബ്രേക്ക് ചെയ്യാണ്. ഗോണ്ടുവാന ബ്രേക്ക് ചെയ്തിട്ട് സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും വെസ്റ്റ് വേർഡ് മൂവ്മെന്റ് നടത്തുന്നു. ഇന്ത്യ, അറേബ്യ തുടങ്ങിയത് നോർത്ത് വേർഡ് മൂവ്മെന്റ് നടത്തുന്നു. അന്റാർട്ടിക്ക സൗത്ത് വേർഡ് മൂവ്മെന്റ് നടത്തുന്നു. ഓസ്ട്രേലിയ ഈസ്റ്റ് വേർഡ് മൂവ്മെന്റ് നടത്തുന്നു. അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിൽ കോണ്ടിനെന്റ്സ് അറേഞ്ച് ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, so we know that India moved northwards. അവിടെ പോയി യൂറേഷ്യൻ പ്ലേറ്റിൽ കൊളൈഡ് ചെയ്തിട്ടാണ് ഹിമാലയാസ് ആർ ഫോംഡ്. ഇതെല്ലാം നമ്മൾ ഇന്ത്യയുടെ ജിയോളജിക്കൽ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു എർത്തിന്റെ കോണ്ടിനെന്റൽ സിസ്റ്റംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് വർഷങ്ങൾ നീണ്ട് പല പല പ്രോസസ്സിലൂടെ ആണെന്ന് കാണിക്കാനായിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. സോ ഈ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാണ് കോണ്ടിനെന്റ്സ് ഫോം ചെയ്തത്, എങ്ങനെയാണ് ഡിഫറെന്റ് റിലീഫ് സ്ട്രക്ചേഴ്സ് എർത്തിൽ ഫോം ചെയ്തത്, ഇതിനൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് there are 3 theories. 3 തിയറീസ് ആണ് ജിയോമോർഫോളജിയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, second one is sea floor spreading theory, and third one is plate tectonic theory. ഇത് ആക്ച്വലി നമുക്ക് പറഞ്ഞാൽ ഇതൊരു സീരീസ് പോലെയാണ്. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇതാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എപ്പിസോഡാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് തിയറി അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്ന് പറയുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വെച്ച് ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നന്നായിട്ട് സീ ഫ്ലോർ സ്പ്രെഡിംഗ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ദ റിയൽ എക്സ്പ്ലനേഷൻ കംസ് വിത്ത് പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഇപ്പൊ ഇതൊരു അഡ്വാൻസ്ഡ് ഫോം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഫസ്റ്റ് തിയറി വാസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, സെക്കൻഡ് വാസ് സീ ഫ്ലോർ സ്പ്രെഡിംഗ്, തേർഡ് വാസ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അത്ര റെലവെന്റ് അല്ല, പക്ഷെ മെയിൻസിന് ഇത് ഡെഫിനറ്റ് ആയിട്ടും പ്രത്യേകിച്ച് ഓപ്ഷണലുകാർക്ക് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഓക്കെ, പ്രിലിംസിന് നമുക്ക് ഇത് അത്ര റെലവെന്റ് അല്ല, ഈ തിയറീസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ്, പക്ഷെ ഇതെല്ലാം ഇതിന്റെ ഒരു ബേസിക് നോളജ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ലെറ്റ്സ് ഗോ ത്രൂ ഓൾ ദിസ് തിയറീസ്. ഈ 3 തിയറീസിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഓക്കെ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയോളജിസ്റ്റ് ആണ്. ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്ന ഒരു ജോഗ്രഫറാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഹി പ്രപ്പൗണ്ട് ദ മൂവ്മെന്റ് ഓഫ് കോണ്ടിനെന്റ്സ്. അതായത് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റ് ചെയ്യുക, അതായത് മൂവ് ചെയ്യുക. ഈ കോണ്ടിനെന്റ്സിന്റെ മൂവ്മെന്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു തിയറിയാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. Okay, he made this theory based on 4 main observations. 4 main observations നെ ബേസ് ചെയ്തിട്ടാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 4 ഒബ്സർവേഷൻസ് എന്താണെന്നുള്ളത് പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മാച്ചിങ് കോസ്റ്റ് ലൈൻസ് ആണ്. മാച്ചിങ് കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്ക് ഇപ്പൊ തന്നെ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓൾ ദി കോണ്ടിനെന്റ്സ് ഒരു ജിക്സോ ഫിറ്റ് പോലെയാണ്, ജിക്സോ പസിൽ പോലെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ ഇൻ ദ ഇമേജ് ഇറ്റ് സെൽഫ്, ആഫ്രിക്കയുടെ ഇവിടെയുള്ള ഡിപ്രഷൻ സൗത്ത് അമേരിക്കയുടെ അവിടെയുള്ള ആ ഒരു ബൾജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സിമിലർലി നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ പോർഷൻസും ആഫ്രിക്കയുടെ വെസ്റ്റേൺ പോർഷൻസും തമ്മിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ജിക്സോ പസിൽസ് പോലെയാണ് ഇപ്പോഴുള്ള കോണ്ടിനെന്റ്സിന്റെ ഷേപ്പ്.
അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ വാസ് മാച്ചിങ് കോസ്റ്റ് ലൈൻസ്. മാച്ചിങ് കോസ്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഓൾ ദ കോസ്റ്റ് ലൈൻസ് ഓഫ് ദ പ്രസന്റ് ഡേ കോണ്ടിനെന്റ്സ് എക്സിസ്റ്റ് ലൈക്ക് എ ജിക്സോ പസിൽ. ഒരു ജിക്സോ പസിൽ പോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കോണ്ടിനെന്റ്സിന്റെ കോസ്റ്റ് ലൈൻസ് ഉള്ളത് എന്നുള്ളത് ഒന്നാമത്തെ ഒബ്സർവേഷൻ ആയിരുന്നു. Okay, so first observation, matching coastlines of jigsaw puzzles. Second observation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, so when he analyzed the rock structures, പല കോണ്ടിനെന്റ്സിലുള്ള റോക്കുകളെ കുറിച്ച് അദ്ദേഹം സ്റ്റഡി നടത്തി. So when he studied about the rock formation, rock age and structure characteristics of all these rocks in different continents, he found that ഈ ഒരു അമേരിക്കയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള റോക്സിനും യൂറോപ്പിന്റെ വെസ്റ്റേൺ സൈഡിലുള്ള റോക്സും ദേ ആർ ഓഫ് സെയിം ഏജ്, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൾ. ഇവിടുത്തെ അപ്പലാച്ചിയൻ മൗണ്ടൻസ് ആയാലും ഇവിടെയുള്ള ജൊളാൻ മൗണ്ടൻസ് ആയാലും ഒക്കെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതിന് കാരണം പണ്ട് ഇതെല്ലാം യുണൈറ്റഡ് ആയിരുന്നു, ഒരു ബിഗ് റോക്കിന്റെ പാർട്ടായിരുന്നു. ദെൻ ദേ ഡിവൈഡഡ്, ആ ഒരു ഡിവൈഡ് ചെയ്ത് പോയത് കൊണ്ടാണ് now also they have the same properties എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ സിമിലാരിറ്റി ഓഫ് ദ റോക്ക് ആയിരുന്നു, ഏജ് ഓഫ് ദ റോക്ക് ആയിരുന്നു സെക്കൻഡ് ഒബ്സർവേഷൻ. സോ സിമിലാരിറ്റി ഓഫ് ദ ഏജ് ഓഫ് ദ റോക്ക് ആയിരുന്നു സെക്കൻഡ് ഒബ്സർവേഷൻ. തേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫോസിൽ എവിഡൻസസ് ആണ്. ഫോസിൽ എവിഡൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are some ഫോസിൽസ്, ഇപ്പൊ സൈനോനാത്തസ്, മെസോസോറസ്, ലിസ്ട്രോസോറസ് തുടങ്ങിയിട്ടുള്ള ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ തുടങ്ങിയ ജീവികളുടെ ഫോസിൽസ് എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും ഇതിന്റെ ഫോസിൽസ് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലോചിച്ച് വളരെ ചില ഇൻസെക്റ്റുകളുടെ ഇപ്പൊ ഗ്ലോസോട്ടറിസ് എന്ന് പറയുന്ന ചെടി, ആ ചെടിയുടെ ഫോസിൽസ് നമുക്ക് എല്ലാ കോണ്ടിനെന്റ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെടി അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ അനിമൽസ് ഒക്കെ ഇപ്പോഴുള്ള ഓഷ്യൻസ് ഒക്കെ ക്രോസ് ചെയ്ത് മറ്റൊരു കോണ്ടിനെന്റിൽ എത്തുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതെല്ലാം യുണൈറ്റഡ് ആയിരുന്നു, അവിടെ ഇതുപോലത്തെ ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തപ്പോൾ അത് പല കോണ്ടിനെന്റിന്റെ പാർട്ടായി മാറിയതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. സോ ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ തേർഡ് പ്രൂഫ് അല്ലെങ്കിൽ തേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫോസിൽ എവിഡൻസസ് ആണ്. സോ മെസോസോറസ്, സൈനോനാത്തസ്, ലിസ്ട്രോസോറസ്, ഗ്ലോസോട്ടറിപ്സ് തുടങ്ങിയിട്ടുള്ള ഫോസിൽസ് ത്രൂ ഔട്ട് ദ കോണ്ടിനെന്റിൽ നിന്നും അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. സോ it proves the continental drift theory. So third evidence was fossil evidence. And the last observation or last evidence for continental drift theory was paleoclimatic evidence. Paleoclimatic evidence nu udheshikkunnathu like South America, Africa, Indo, Australia, Antarctica, everywhere we have some glacial evidences. Glacial na pande now we know that India, Africa all were part of tropical land. Tropical land inde part aanu idokke. പക്ഷെ അവിടെയും നിന്നും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹിമാലയയിൽ നിന്ന് പോലും ഹിമാലയാസിൽ നിന്നൊക്കെ നമുക്ക് ഗ്ലേഷ്യൽ എവിഡൻസസ് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ആഫ്രിക്കയിൽ നിന്ന് പല സ്ഥലത്ത് ഇപ്പൊ ഈവൻ ഇപ്പോൾ ഡെസേർട്ട് ആയ സ്ഥലത്ത് നിന്ന് പോലും പണ്ടത്തെ ഗ്ലേഷ്യൽ എവിഡൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് പണ്ട് ഇതെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത ഏതൊരു ഗ്ലേഷ്യൽ ലാൻഡ് ആയിരുന്നു, പിന്നീട് ഇത് സെപ്പറേറ്റ് ചെയ്തതാണ്. സോ യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഇമേജ് ഇറ്റ്സെൽഫ്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് ഫോർത്ത് ഒബ്സർവേഷൻ, പാലിയോ ക്ലൈമാറ്റിക് എവിഡൻസ് ഓർ ഗ്ലേഷ്യൽ എവിഡൻസസ്. അതായത് ഇപ്പോഴുള്ള ട്രോപ്പിക്കൽ ലാൻഡ്സിൽ നിന്ന് പോലും ഗ്ലേഷ്യൽ എവിഡൻസസ് കിട്ടാൻ കാരണം പണ്ട് ഇതെല്ലാം യുണൈറ്റ് ചെയ്ത് ഒരു ഗ്ലേഷ്യൽ ലാൻഡിന്റെ പാർട്ട് ആയിരുന്നു എന്നതാണ് ഫോർത്ത് എവിഡൻസ് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സോ ദീസ് ആർ ദ 4 ഒബ്സർവേഷൻസ് പുട്ട് ഫോർവേഡ് ബൈ ആൽഫ്രഡ് വെഗ്നർ ടു പ്രൂവ് ഹിസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. Okay, then what is continental drift theory? Continental drift theory എന്താണ്? So according to continental drift theory, all the continents were united to form a supercontinent known as Pangaea. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. എല്ലാ കോണ്ടിനെന്റ്സും പണ്ട് മെർജ് ചെയ്തിട്ട് ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, Pangaea, and all the oceans were united to form Panthalassa. So Pangaea was floating over Panthalassa. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ കോണ്ടിനെന്റ്സ് വർ മെയ്ഡ് അപ്പ് ഓഫ് സിയാൽ റോക്ക്, ഓഷ്യൻസ് വർ മെയ്ഡ് അപ്പ് ഓഫ് സിമ റോക്ക്. ഓക്കെ, സിയാലിന് സിലിക്ക പ്ലസ് അലൂമിനിയം ആണ് സിയാൽ എന്ന് വിളിക്കുന്നത്. ഓഷ്യൻസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സിലിക്ക പ്ലസ് മഗ്നീഷ്യം ആണ്, സോ അതുകൊണ്ട് സിമ എന്ന് വിളിക്കുന്നു. സോ കോണ്ടിനെന്റൽ റോക്സ് വർ സിയാൽ റോക്ക്, സിലിക്ക പ്ലസ് അലൂമിനിയം. Oceanic rock were silica plus magnesium, Sima rock. Okay, so the continental drift theory postulates that
All the continents were once united to form a supercontinent known as Pangaea, which were floating over a super ocean known as Panthalassa. The continents were made up of silica plus aluminum rock, which is known as Sial rock, and oceans were made up of silica plus magnesium rock, which is known as Sima rock. The Sial was floating over Sima. The concept is continent was floating over ocean എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി മുന്നോട്ട് വെക്കുന്നത്. സിയാൽ ഫ്ലോട്ടിംഗ് ഓവർ സിമ ഓർ പാഞ്ചിയ ഫ്ലോട്ടിംഗ് ഓവർ പാന്തലാസ, രണ്ടും സെയിം തന്നെയാണ്. പാഞ്ചിയ ഫ്ലോട്ടിംഗ് ഓവർ പാന്തലാസ ഓർ സിയാൽ ഫ്ലോട്ടിംഗ് ഓവർ സിമ. Okay, this is continental drift theory. So simply, what is continental drift theory? Pangaea floating over Panthalassa or Sial floating over Sima. In the mid-Mesozoic era, Pangaea broke up and drifted apart. So in continental drift theory stated that during the mid-Mesozoic period, the Pangaea began to break up. Pangaea began to break up and it drifted apart. Okay, clear? This is all about continental drift theory. നമ്മുടെ ഇന്ത്യയുടെ ജിയോളജിക്കൽ ഹിസ്റ്ററിയിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് continental drift theory, which was propounded by Alfred Wegener. There are 4 observations to prove this. First observation was the jigsaw fit of the coastal lines of continents. Second was the age of rock. Third was the fossil evidence. Fourth was the glacial evidence. Okay. So hope this is clear to you. But there are some limitations to this theory. Let's look into that. What are the limitations of continental drift theory? What are the limitations of continental drift theory? First limitation was it failed to explain the driving force. Mid Mesozoic era ഈ പാഞ്ചിയ ബ്രോക്ക് ചെയ്ത് പല കോണ്ടിനെന്റ്സ് ആയി മാറി എന്ന് ആൽഫ്രഡ് വെഗ്നർ പറയുന്നുണ്ടെങ്കിലും അതിന്റെ റീസൺ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്തത്, അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അക്കോർഡിംഗ് ടു ഹിം, ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ സൺ ആൻഡ് മൂൺ ആണ് അതിന് റീസൺ എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ബട്ട് വി നോ ദാറ്റ് ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ക്യാൻ മേക്ക് ടൈഡ്സ് ഒക്കെ ഉണ്ടാക്കാം, വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു മൂവ് ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റ്സിനെ മൂവ് ചെയ്യാൻ മാത്രത്തിലുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സണ്ണിന്റെ മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് കോണ്ടിനെന്റ്സിനൊന്നും എർത്തിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദാറ്റ് വാസ് വൺ limitation of the continental drift theory. And again the idea of Sial and Sima, അത് ഒരു പഴയ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ആ കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആ കോൺസെപ്റ്റ് റിജക്ട് ചെയ്തതാണ്. സിയാൽ ഫ്ലോട്ട് ഓവർ സിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നൗ ഇറ്റ് ഇസ് റിജക്റ്റഡ്. സിയാൽ ഫ്ലോട്ട് ഓവർ സിമ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പകരം ഒരു പുതിയ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. So I will show that. So this is about Wegener's model അനുസരിച്ച് Sial is made up of continental rock ആണ് Sial, silica, aluminum, and this is Sima which means silica plus magnesium, which is the basic rock of oceans in the rock ആണ് Sima, continents in the rock ആണ് Sial. അപ്പൊ ഈ continents ഓഷ്യൻസിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അപ്പൊ രണ്ട് സിയാലുകൾ തമ്മിൽ അകലുന്ന സ്ഥലത്ത് അവിടെ ഓഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇതായിരുന്നു വെഗ്നറിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിയാൽ ഫ്ലോട്ട് ഓവർ സിമ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് നൗ this concept is proved to be false. അതിന്റെ ഒരു കറക്റ്റ് ഫോം എന്ന് പറയുന്നത് കോണ്ടിനെന്റും ഓഷ്യൻസും മെയ്ഡ് അപ്പ് ഓഫ് നമ്മൾ ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും കൂടെ ചേർന്നിട്ട് നമ്മൾ അതിനെ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുക. ഓക്കെ, ലിത്തോസ്ഫിയർ. സോ ഇൻ ദിസ് ഇമേജ് യു ക്യാൻ സീ ദിസ് ഈസ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ is made up of both ocean crust as well as the continental crust, both the ocean and continental crust. ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും കൂടെ ചേരുന്നതിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ലിത്തോസ്ഫിയർ ഈസ് ഫ്ലോട്ടിംഗ് ഓവർ അസ്തനോസ്ഫിയർ. ഓക്കെ, ഈ ഒരു ഓറഞ്ച് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെയർ കാണാം. ദാറ്റ് ഈസ് എസ്തനോസ്ഫിയർ which is include some portion of the mantle also, molten mantle. അപ്പൊ ലിത്തോസ്ഫിയർ ഫ്ലോട്ട് ഓവർ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നതാണ് പുതിയ കോൺസെപ്റ്റ്. അതാണ് ഇപ്പോഴത്തെ അക്സെപ്റ്റഡ് കോൺസെപ്റ്റ്. ഓക്കെ, സോ സിയാൽ ഫ്ലോട്ട് ഓവർ സിമ എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് അല്ല. ഇപ്പോൾ അതിന് പകരം ലിത്തോസ്ഫിയർ ഫ്ലോട്ട് ഓവർ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ലിത്തോസ്ഫിയറിൽ ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ദ സിയാൽ ആൻഡ് സിമ. ഓക്കെ, അതായത് ലിത്തോസ്ഫിയറിൽ രണ്ടും വരുന്നുണ്ട്,
ഓക്കെ, കോണ്ടിനെന്റിന്റെ ക്രസ്റ്റും വരുന്നുണ്ട്, ഓഷ്യനിന്റെ ക്രസ്റ്റും വരുന്നുണ്ട്. സിആർ പ്ലസ് സിമയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പോർഷൻ ഓഫ് ദ സോളിഡ് മാൻഡിൽ. മാൻഡിലിന്റെ ഒരു അപ്പർ പോർഷൻ, സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അപ്പർ പോർഷനും ക്രസ്റ്റും കൂടെ ക്രസ്റ്റും കൂടെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മാൻഡിലിന്റെ മോൾട്ടൻ പോർഷനെയാണ്, അതായത് ഒരു മോൾട്ടൻ സ്റ്റേറ്റിലുള്ള മാൻഡിലിനെയാണ് നമ്മൾ എസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സോ ദ കോൺസെപ്റ്റ് ഈസ് ലിത്തോസ്ഫിയർ ഫ്ലോട്ട് ഓവർ എസ്തനോസ്ഫിയർ. Hope this is clear to you. So ഇതായിരുന്നു limitations. So two limitation. He failed to explain what is the driving force behind this continental drift. Second one was the concept of CR float over CIMA was proved to be false. Instead, now the accepted theory is lithosphere float over asthenosphere. Clear? Lithosphere asthenosphere ന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ കോൺസെപ്റ്റ്. So in 2013, there was a question, what do you understand by the theory of continental drift? Explain. The means in 2013, 5 mark question. So you can expect such similar questions for your mains. Prelims ഇതുപോലെ എന്തെങ്കിലും എവിഡൻസസിനെ പറ്റിയിട്ട് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. Yeah. Which of the following phenomena might have influenced the evolution of organism? 2014 ചോദിച്ചാണ്. It's an indirect question. But you can explain using this continental drift as well as glacial cycles ആയിരിക്കും evolution of organismത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എങ്ങനെ, ഒരു കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതിന്റെ ഫലമായിട്ട് ചില ഓർഗാനിസത്തിന് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിന് അവിടുത്തെ ഇപ്പൊ ഗ്ലേഷ്യൽ ഭാഗത്തുണ്ടായിരുന്ന ഓർഗാനിസം ആയിരിക്കും now it's moved towards the tropical region, so now they cannot exist with their characteristics on the glacial side, so they have to adapt to the new changing environment. അങ്ങനെ നമുക്ക് ഓർഗാനിസത്തിന് എന്ത് സംഭവിച്ചേ പറ്റൂ, എവല്യൂഷൻ സംഭവിച്ചിട്ടേ പറ്റൂ. സോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എക്സ്പ്ലെയിൻസ് ദ എവല്യൂഷൻ ഓഫ് ദ ഓർഗാനിസം. സിമിലർലി ഗ്ലേഷ്യൽ സൈക്കിൾസും ഇതുപോലെ തന്നെ ഓർഗാനിസത്തിനെ എവല്യൂഷന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് ഗ്ലേഷ്യൽ സൈക്കിൾസ്. നിങ്ങൾ ഐസ് ഏജ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഗ്ലേഷ്യൽ സൈക്കിൾസ് ഓൾസോ helping for the evolution of organisms. So the answer is both continental drift as well as glacial cycle. Okay, this is all about continental drift theory. Any doubts you can ask me in the chat box. This is all about continental drift theory. Any doubt? Okay. Now we are moving to the second theory, which is the sea floor spreading theory. Sea floor spreading theory base ചെയ്തിരിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ആർതർ ഹോംസിന്റെ കൺവെക്ഷൻ കറന്റ് തിയറിയാണ്. സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി എന്ന് പറയുന്നത് ആർതർ ഹോംസ് എന്ന് പറയുന്ന ജോഗ്രഫറുടെ കൺവെക്ഷൻ കറന്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി വരുന്നത്. സോ വാട്ട് ഈസ് ദിസ് കൺവെക്ഷൻ കറന്റ് തിയറി? കൺവെക്ഷൻ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഒരു ബേസിക് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മനസ്സിലാക്കണ്ട. സോ വാട്ട് ഈസ് ദിസ് കൺവെക്ഷൻ കറന്റ് തിയറി? കൺവെക്ഷൻ കറന്റ് തിയറി പറയുന്നത് ദ ഫോഴ്സ് ബിഹൈൻഡ് ഡ്രിഫ്റ്റിംഗ്. സോ ആർദർ നമ്മൾ പറഞ്ഞു ബെഗിനറിന് എന്ത് പറയാൻ പറ്റിയില്ല, വൈ ദിസ് കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റഡ് അപ്പാർട്ട്, വാട്ട് വാസ് ദ ഫോഴ്സ് ബിഹൈൻഡ് ദിസ്? ഈ കോണ്ടിനെന്റ്സിനെ ഡ്രിഫ്റ്റ് ചെയ്ത ഫോഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറിയിൽ. ആ ഫോഴ്സ് എന്താണെന്നാണ് ഇവിടെ ആർതർ ഹോംസ് പറയുന്നത് കൺവെക്ഷൻ കറന്റ് തിയറിയിലൂടെ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് കൺവെക്ഷൻ സെൽസ് ആണ്. കൺവെക്ഷൻ സെൽസ് എന്ന് പറയുന്നത് എർത്തിന്റെ മാന്റിലിൽ there are some cells known as convection cells. ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ മാഗ്മ ഓരോ സെല്ലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെല്ലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൺവെക്ഷൻ സെൽസിന്റെ മൂവ്മെന്റ് വഴിയിട്ടാണ് കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റ് ആവുന്നത് എന്നാണ് ആർതർ ഹോംസ് പറയുന്നത്. ഓക്കെ, കൺവെക്ഷൻ സെൽസിന്റെ മൂവ്മെന്റ് വഴിയിട്ടാണ് കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത് നമുക്ക് നോക്കാം. സോ ഈ കൺവെക്ഷൻ സെൽസിന്റെ രണ്ട് കൺവെക്ഷൻ സെൽസിന്റെയും റൈസിംഗ് ലിംബ് വരുന്ന പോർഷൻ, സോ ദിസ് പോർഷൻ, ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന പോർഷൻ, സോ ഒരു മാൻറ്റിലിന് എഴുതിയിരിക്കുന്ന ഈ ഒരു പോർഷൻ, അതായത് റൈസിംഗ് ലിംബ് ഓഫ് ദ കൺവെക്ഷൻ സെൽ. സോ ദിസ് റൈസിംഗ് ലിംബ് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ ഡൈവേർജൻസ് ആണ് വരുന്നത്.
So this divergence or diverging limb of the convection cell drift apart the continents. Okay, ഇവിടെ കോണ്ടിനെന്റ്സ് അല്ല, ആർദർ ഹോംസിന്റെ ഈ കൺവെക്ഷൻ സെല്ല് മെയിൻ ആയിട്ട് നമ്മൾ ഓഷ്യൻ ക്രസ്റ്റിനെയാണ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് വിളിക്കാൻ കാരണം സീ ഫ്ലോറിനെ ഓഷ്യൻ ക്രസ്റ്റിനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു ഓഷ്യൻ ക്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഗ്രീൻ കളർ വൺ ഇസ് ആൻ ഓഷ്യൻ ക്രസ്റ്റ്. So this diverging limb of the convection cells are drifting apart this ocean crust. ഈ ഓഷ്യൻ ക്രസ്റ്റിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്ത് മാറ്റുന്നു. സോ ഈ ആരോ മാർക്ക് ഗ്രീൻ ലൈനിൽ ആരോ മാർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് മൂവിങ് ദിസ് വേ ആൻഡ് ദിസ് ഈസ് മൂവിങ് ദിസ് വേ. ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും മൂവ് ചെയ്യാണ്. അതായത് ഓഷ്യൻ ക്രസ്റ്റിനെ ഡൈവേർജ് ചെയ്യിക്കുകയാണ്, ഓഷ്യൻ ക്രസ്റ്റിനെ ഡ്രിഫ്റ്റ് ചെയ്യിക്കുകയാണ്. സോ ദിസ് ഡൈവേർജിങ് ലിംബ്. ആൻഡ് ദെൻ ഹിയർ ഈ ഒരു പോർഷൻ നോക്കൂ. ഈ ഒരു പോർഷനിൽ കൺവെക്ഷൻ രണ്ടിന്റെയും ഡിസെൻഡിങ് ലിംബാണ്. താഴോട്ട് വരണം, രണ്ടും കൂടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് കൺവെക്ഷൻ സെല്ലാണ്. സോ ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ കൺവെക്ഷൻ സെല്ലില് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഓഷ്യൻ ക്രസ്റ്റിന് സബ്ഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓഷ്യൻ ക്രസ്റ്റിന് സബ്ഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കൺവെക്ഷൻ കറന്റ് തിയറി എന്ന് പറയുന്നത്. സോ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ദ കോണ്ടിനെന്റ്സ് ആർ ഡ്രിഫ്റ്റഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് കൺവെക്ഷൻ സെൽസ്. The diverging limb of the convection cells are drifting apart the ocean crust, whereas the descending limb of the convection cells lead to subduction of the oceanic crust and its destruction. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറിയിൽ പഠിക്കും. So let's see what is sea floor spreading theory. ഈ ഒരു തിയറിയിലേക്ക് വരാനുള്ള ഒരു കാരണം സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് when we invented the submarines ഒക്കെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുവരെയും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓഷ്യൻ ക്രസ്റ്റ് അല്ലെങ്കിൽ ഓഷ്യൻ ബോട്ടം എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സബ്മറൈൻ ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എർത്തിനേക്കാൾ കൂടുതൽ റിലീഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഓഷ്യന്റെ ക്രസ്റ്റിൽ കാണാൻ പറ്റുന്നു. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഇമേജ്. സോ ഓഷ്യന്റെ ക്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ there are sea mounts. സീ മൗണ്ട് എന്ന് വെച്ചാൽ എർത്തിൽ കാണുന്ന പോലത്തെ കോണ്ടിനെന്റ്സിൽ കാണുന്ന പോലത്തെ മൗണ്ടൻസ് ഓഷ്യൻസിന്റെ അടിയിലുണ്ട്. സോ ദേ ആർ നോൺ ആസ് സീ മൗണ്ട്സ് ഉണ്ട്. അതുപോലെ ഹിയർ യു ക്യാൻ സീ ദ റിഡ്ജസ്, ചെറിയ ചെറിയ റിഡ്ജസ് കണ്ടോ, റിഡ്ജസ് ഉണ്ട്. വലിയ വലിയ ട്രെഞ്ചസ്, ഹിയർ ഇറ്റ് ഇസ് ട്രെഞ്ചസ്, വലിയ വലിയ ട്രെഞ്ചസ് ഉണ്ട്. then continental slope, continental shelf തുടങ്ങിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് കോണ്ടിനെന്റൽ പ്ലെയിൻസ്, കോണ്ടിനെന്റൽ അല്ല, ഓഷ്യാനിക് പ്ലെയിൻസ്, ഓഷ്യൻ പ്ലെയിൻസ്, ഇതൊക്കെ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് റിലീഫ് സ്ട്രക്ചേഴ്സ് ഓഷ്യൻസിന്റെ ക്രസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ സബ്മറൈൻ വെച്ചിട്ട് കാണാൻ പറ്റി. സോ ഗയോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് ലാൻഡ് ഫോംസ് പഠിക്കും. ഈ ഓഷ്യൻസിന്റെ അടിയിലുള്ള മൗണ്ടൻസിനെയാണ് നമ്മള് ഫ്ലാറ്റ് ടോപ്പ്ഡ് മൗണ്ടൻസിനെയാണ് ഗയോഡ്സ് എന്ന് വിളിക്കുന്നത്. മിഡ് ഓഷ്യാനിക് റിഡ്ജ്, MOR എന്ന് എഴുതിയിരിക്കുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ആണ്. സോ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന ഒരു ഡിപ്രഷനെയാണ് നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും വാട്ട് ഇസ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നുള്ളത്. ട്രെഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ലാൻഡ് ഫോമിനെയാണ് നമ്മൾ ട്രെഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കോണ്ടിനെന്റിനോട് ചേർന്ന് കാണുന്ന വലിയൊരു ഡിപ്രഷനെ, ഇതിനാണ് ട്രെഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ there is high diversity of release in the ocean floor. കോണ്ടിനെന്റ്സിനേക്കാൾ കൂടുതൽ റിലീഫ് സ്ട്രക്ചേഴ്സ് ഓഷ്യൻ ഫ്ലോറിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ വൈ ദിസ് ഇസ്, എന്തുകൊണ്ടാണ് ഓഷ്യന്റെ ഫ്ലോറിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈ ഒരു ഓഷ്യൻ ഫ്ലോർ മാപ്പിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട്, സോ യു ക്യാൻ സീ ദ ഓഷ്യൻ ഫ്ലോർ മാപ്പിംഗ് ഹിയർ. You can see the continent. This is continental shelf. Continental shelf എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലിന്റെ അടുത്തോട്ടൊക്കെ വെള്ളം വരുന്ന സ്ഥലമല്ലേ. നമ്മൾ ബീച്ചിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറെ ദൂരം വരെ പോകും, എന്നിട്ട് അന്നേരം നമ്മുടെ അടുത്തേക്ക് തിരമാല അടിച്ചു കയറി വരുന്ന ആ ഒരു സ്ഥലമല്ലേ, അതിനെയാണ് നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ കുറെ ദൂരം താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെയുള്ള ഗാർഡ്സ് നമ്മൾ വിസിലടിച്ചിട്ട് ഒരു ലൈൻ അവിടെ ഉണ്ടാവും. ആ ലൈൻ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്ത ഗാർഡ്സ് വിസിലടിച്ച് നമ്മൾ തിരിച്ചു വിളിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഇൻ ദിസ് ഇമേജ്. കണ്ടോ, കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടോ. നമുക്കറിയില്ല, ഇതിന്റെ മുകളിൽ മൊത്തം ഓഷ്യൻ ആയതുകൊണ്ട് നമ്മൾ ഇതിവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വരും. പക്ഷെ ഇവിടെ ഒരു ബിഗ് സ്ലോപ്പ് ആണുള്ളത്, മനസ്സിലായില്ലേ? ഈ ഒരു സ്ലോപ്പിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലൈനിന്റെ കുറച്ച് മാറിയിട്ട് ഇവിടെ ഗാർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പൊ അതാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്.
So then continental slope-നോട് ചേർന്നിട്ട് തന്നെ ഇവിടെ there are many submarine canyons. നമ്മുടെ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാനിയൻസ്, കൊക്കകൾ പോലത്തെ പല സാധനങ്ങൾ, സബ്മറൈൻ ആയിട്ടുള്ള കാനിയൻസ് ഒക്കെ നമുക്ക് ഈ ഓഷ്യൻസിന്റെ അടിയിലുണ്ടാവും. വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ ഓഷ്യൻസിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ സമ്മതിക്കാത്തത്. ദെൻ വി ഹാവ് കോണ്ടിനെന്റൽ റൈസ്. കോണ്ടിനെന്റൽ റൈസ് എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടായിരിക്കും പിന്നെ ഉണ്ടാവുക, പിന്നെ ഒരു ചെറിയ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ കോണ്ടിനെന്റൽ റൈസ് എന്ന് വിളിക്കുക. ഗയോട്സ് ഉണ്ടോ, വെള്ളത്തിൽ മൂടിപ്പെട്ട് കുറച്ച് ഫ്ലാറ്റ് സർഫസോട് കൂടിയിട്ടുള്ള സീ മൗണ്ടൻസിനെയാണ് നമ്മൾ ഗയോട്സ് എന്ന് വിളിക്കുക. ദെൻ വി ഹാവ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്, അത് നമ്മൾ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് വി ഹാവ് അബിസൽ പ്ലെയിൻസ്, അതായത് ഓഷ്യാനിക് പ്ലെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബിസൽ പ്ലെയിൻസ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓഷ്യന്റെ അടിയിലുള്ള പ്ലെയിൻസിനെയാണ് അബിസൽ പ്ലെയിൻസ് എന്ന് വിളിക്കുക. അബിസൽ ഹിൽസ് അഗൈൻ ഓഷ്യൻസിന്റെ അടിയിലുള്ള ചെറിയ ചെറിയ ഹില്ലുകളെയാണ് നമ്മൾ അബിസൽ ഹിൽസ് എന്ന് വിളിക്കുക. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ കാണാലോ, യു ക്യാൻ സീ ദിസ് ഇസ് എ ട്രെഞ്ച്. വലിയ ഡിപ്രഷൻസിനെയാണ് നമ്മൾ ട്രെഞ്ച് എന്ന് പറയുക. ഇലോങ്ങേറ്റഡ് ഡിപ്രഷൻസിനെയാണ് ട്രെഞ്ച് എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഇസ് ഐലൻഡ് ആർക്ക്. വാട്ട് ഈസ് ഐലൻഡ് ആർക്ക് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ഓഷ്യൻ റിലീഫ് സ്ട്രക്ചേഴ്സ്. മെയിൻ ആയിട്ട് നമുക്ക് ഓഷ്യന്റെ അകത്ത് കാണാൻ പറ്റുന്ന റിലീഫ് സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഓഷ്യൻ ഫ്ലോർ മാപ്പിംഗ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഷ്യാനോഗ്രാഫേഴ്സിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത്, ഓഷ്യൻ ക്രസ്റ്റ് ഇസ് നോട്ട് ഓൾഡർ ദാൻ മിഡ് മീസോസോയിക്. ഇത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മിഡ് മീസോസോയിക്കിന് മുമ്പുള്ള ഒരു ഓഷ്യൻ ക്രസ്റ്റും പ്രസന്റ് അല്ല. പക്ഷെ നമുക്കറിയാം പണ്ട് പാന്തലാസ എന്ന് പറയുന്ന ഒരു സീ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിഡ് പ്രീ കാംബ്രിയൻ എറയിൽ തന്നെ പാന്തലാസ എന്ന് പറയുന്ന ഒരു ഓഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓഷ്യന്റെ ക്രസ്റ്റ് എവിടെ പോയി, അതായത് മിഡ് മീസോസോയിക്കിന് മുമ്പുള്ള ഓഷ്യൻ ക്രസ്റ്റിന് എന്ത് സംഭവിച്ചു? അവിടെ ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കറിയാം, ബട്ട് ഇവിടെ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മിഡ് മീസോസോയിക്കിന് മുമ്പുള്ള ഒരു ഓഷ്യൻ ക്രസ്റ്റും പ്രസന്റ് അല്ല. അപ്പൊ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, ഏജ് ഇൻക്രീസസ് അവേ ഫ്രം മിഡ് ഓഷ്യാനിക് റിഡ്ജ്. ഇവർ ഇതിന്റെ റോക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ ഇവിടെ നിന്ന് ഈ ഒരു സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് പോകും തോറും അതിന്റെ ഏജ് കൂടി വരുന്ന, ഓഷ്യൻ ക്രസ്റ്റിന്റെ ഏജ് കൂടി വരുന്നു. അതായത് മിഡ് ഓഷ്യാനിക് റിഡ്ജിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യങ്ങർ റോക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ട്രെഞ്ചസിന്റെ അങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴേക്കും വളരെ ഓൾഡർ ആയിട്ടുള്ള ഓഷ്യാനിക് ക്രസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? ദെൻ സീ മൗണ്ട് ഡീഫോംഡ് അറ്റ് ദ ട്രെഞ്ചസ്. സീ ട്രെഞ്ചസിന്റെ അടുത്ത് വരുമ്പോൾ ഉള്ള സീ മൗണ്ടുകളൊക്കെ ഡീഫോംഡ് ആണ്. ഡീഫോംഡ് എന്ന് വെച്ചാൽ അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സീ മൗണ്ട്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്? ട്രെഞ്ചസിന്റെ അവിടെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് സീ മൗണ്ടൻസ് എല്ലാം ഡീഫോം ചെയ്യപ്പെടുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ആക്ച്വലി സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ 1960 ഹെൻറി ഹസ് ആൻഡ് ഡയറ്റ്സ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ഒരു ഓഷ്യൻ മാപ്പിംഗ് നടത്തിയിട്ട് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി മുന്നോട്ട് വെക്കുന്നത്. സോ ഇറ്റ്സ് റിവീൽ ദ മിസ്റ്ററി ഓഫ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ആൻഡ് ട്രെഞ്ചസ്. ദെൻ വാട്ട് ഇസ് മിഡ് ഓഷ്യാനിക്, എന്താണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി നമ്മളിപ്പോ പറയും. അതിനു മുമ്പ് എന്താണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് നോക്കാം. സോ യു ക്യാൻ സീ ഇൻ ദിസ് ഇമേജ് ഇവിടെ ഒരു ബ്ലാക്ക് റെയിൽവേ ലൈൻ പോലത്തെ കാര്യം കണ്ടോ? യു ക്യാൻ സീ എ റെയിൽവേ ലൈൻ പോലത്തെ ഒരു ബ്ലാക്ക് കളർ ലൈൻസ് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ശരിക്കും മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓൾ ദ ഓഷ്യൻസ്. പസഫിക് ഓഷ്യൻസിൽ നിങ്ങൾക്ക് കാണാം, അറ്റ്ലാന്റിക് ഓഷ്യൻസിലുണ്ട്, ഇന്ത്യൻ ഓഷ്യനിലും ഒക്കെ ഈ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. സോ ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദിസ് ഈസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. അപ്പൊ ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. സോ ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ കറക്റ്റ് സെന്ററിലൂടെയാണ് ഈ ഒരു റിഡ്ജ് പോകുന്നത്. അപ്പൊ ആദ്യം കണ്ടുപിടിച്ചത് ഈ ഒരു റിഡ്ജ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പേര് കൊടുത്തത്. ഓഷ്യന്റെ മിഡിലുള്ള റിഡ്ജ് ആയതുകൊണ്ടാണ് വി കോൾ ഇറ്റ് ആസ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്. ഓക്കെ, ഇതിനെ നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് വിളിക്കാനുള്ള കാരണം അതായിരുന്നു. പക്ഷെ ഇത് പസഫിക് ഓഷ്യനിലുണ്ട്, Indian Ocean. They are not at the middle of the oceans in Pacific and Indian Ocean, but it is in the middle of Atlantic Ocean, and it was first observed in the Atlantic Ocean, and that's why we call it as a mid-oceanic ridge. Okay, so what happens in the mid-oceanic ridge? ഇതാണ് ഈ ഒരു ഓറഞ്ച് കളർ ലൈൻ കണ്ടോ, ഇതാണ് നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആദർഹോംസിന്റെ കൺവെക്ഷൻ കറന്റ് തിയറി പറഞ്ഞതുപോലെ ഇതിന്റെ താഴെ മാന്റിലിൽ ഒരു കൺവെക്ഷൻ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ താഴെ
ഈ ഒരു കൺവെക്ഷൻ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ കൺവെക്ഷൻ സെല്ലിന്റെ അസെൻഡിങ് ലിംബ് ഞാൻ ഇവിടെ പറഞ്ഞു. ഈ അസെൻഡിങ് ലിംബ് വരുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? ഈ അസെൻഡിങ് ലിംബ് വരുന്നിടത്ത് മാഗ്മ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന് ഇവിടെ വന്ന് സോളിഡിഫൈ ചെയ്യുന്നു. ഈ സോളിഡിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഈ ഡൈവേർജിങ് ലിംബ് ഈ സോളിഡിഫൈ ചെയ്ത റോക്കിനെ രണ്ട് സൈഡിലേക്കും പുഷപ്പാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും റൈറ്റ് ആൻഡ് ലെഫ്റ്റിലോട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് പോകുന്നു. ഓക്കെ, എഗെയിൻ പുതിയ മാഗ്മ വരുന്നു, സോളിഡിഫൈ ചെയ്യുന്നു, എഗെയിൻ ഡ്രാഗ് ചെയ്ത് പോകുന്നു. അതായത് ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിനോട് ചേർന്ന് എപ്പോഴും പുതിയ റോക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾഡർ റോക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓൾഡർ റോക്ക് ഈ രണ്ട് സൈഡിലോട്ടും ഡ്രാഗ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ട്രെഞ്ചസിന്റെ അടുത്തോട്ട് വരുമ്പം റോക്കിന്റെ ഏജ് കൂടുതലായിട്ടും മിഡ് ഓഷ്യാനിക് റിഡ്ജിനോട് ചേർന്ന് റോക്കിന്റെ ഏജ് യങ്ങർ ആയിട്ടും കാണാനുള്ള ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്നുള്ളത് ഇവർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ മിഡ് ഓഷ്യാനിക് റിഡ്ജ്, ദ റൈസിംഗ് ലിംബ് ഓഫ് ദ കറന്റ്. കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെല്ലാണ് കേട്ടോ. കറന്റ് ബ്രേക്ക് ദ ഓഷ്യൻ ക്രസ്റ്റ്. ഈ ഓഷ്യൻ ക്രസ്റ്റിനെ ഈ റൈസിംഗ് ലിംബ് ബ്രേക്ക് ചെയ്യുന്നു. ബസാൾട്ടിക് എറപ്ഷൻ അവിടെ ഉണ്ടാകുന്നു. ലാവ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നു. ഈ റിഡ്ജിനെയാണ് നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്ത ശേഷം അതിനെ ഇത് ഡ്രാഗ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും കൊണ്ടുപോകുന്നു. അങ്ങനെ സോ ദിസ് മിഡ് ഓഷ്യാനിക് റീജിയൻ നമ്മൾ ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് എന്നും വിളിക്കും. സോ ദ ഡൈവേർജിംഗ് ലിംബ് എന്ത് ചെയ്യുന്നു? ഈ ഓഷ്യൻ ക്രസ്റ്റിനെ ഡ്രാഗ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി. ഇതാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി എന്ന് പറയുന്നത്. അതായത് അസെൻഡിംഗ് ലിംബ് ഓർ റൈസിംഗ് ലിംബ് ഓഫ് ദ കറന്റ് ബ്രേക്ക് ദ ഓഷ്യൻ ക്രസ്റ്റ്, basaltic eruption will happen, accumulation of lava resulted to the formation of mid-oceanic ridge, which is younger in rock. youngest rocks ആയിരിക്കും അവിടെ ഉണ്ടാവുക. ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു. then the diverging limb എന്ത് ചെയ്യുന്നു? അതിനെ എക്സ്പാൻഡ് ചെയ്ത് രണ്ടറ്റത്തേക്ക് ഡ്രിഫ്റ്റഡ് അപ്പാർട്ട്, രണ്ടിനെയും രണ്ട് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ വി ഗോട്ട് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ അവിടെ യങ്ങർ റോക്കും ടുവേഴ്സ് ദ ട്രെഞ്ചസിലോട്ട് പോകുമ്പോൾ ഓൾഡർ റോക്കും കാണാനുള്ളതിന് കാരണം എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ആണ് നമുക്കിപ്പോ കിട്ടിയത്. ഓക്കെ, സോ വി ഗോട്ട് ദ ആൻസർ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓഷ്യൻ ക്രസ്റ്റ് നോട്ട് ഓൾഡർ ദാൻ മിഡ് മീസോസോയിക്. ഓഷ്യൻ ക്രസ്റ്റ് മീസോസോയിക്കിനേക്കാളും ഓൾഡർ അല്ല. അതിന്റെ ആൻസർ കിട്ടിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏജ് ഇൻക്രീസസ് അവേ ഫ്രം മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമുക്കിനി ഫസ്റ്റിനും തേർഡിനുള്ള ആൻസർ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റിനും തേർഡിനുള്ള ആൻസർ എന്താണെന്ന് അറിയണമെങ്കിൽ we should know about trenches. So we should know about trenches. So what is a trench? Trench എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇലോങ്ങേറ്റഡ് ഡിപ്രഷൻസിനെയാണ്, ഓഷ്യൻസിന്റെ അകത്ത് വരുന്ന ഇലോങ്ങേറ്റഡ് ഡിപ്രഷൻസിനെയാണ് നമ്മൾ ട്രെഞ്ചസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ട്രെഞ്ചസ് എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസെൻഡിങ് ലിംബ്, ഓക്കെ, അസെൻഡിങ് ലിംബ് ഓഫ് ദിസ് കൺവെക്ഷൻ സെൽ, ഈ കൺവെക്ഷൻ സെല്ലിന്റെ അസെൻഡിങ് ലിംബിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഓഷ്യൻ ക്രസ്റ്റിന് എന്ത് സംഭവിക്കുന്നു? ഈ ഓഷ്യൻ ക്രസ്റ്റിന് സബ്ഡക്ഷൻ സംഭവിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഈ ഓഷ്യൻ ക്രസ്റ്റ് അതിനടുത്തുള്ള കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ താഴോട്ട് സബ്ഡക്ട് ചെയ്ത് അത് മെൽറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? ഓൾഡർ ആയിട്ടുള്ള ഓഷ്യൻ ക്രസ്റ്റിന് ട്രെഞ്ചസിന്റെ അവിടെ വെച്ചിട്ട് സബ്ഡക്ഷൻ സംഭവിച്ച് അത് മെൽറ്റ് ആയി പോകുന്നു. അതുകൊണ്ടാണ് മിഡ് മീസോസോയിക്കിന് മുമ്പുള്ള റോക്കുകള് ഓഷ്യൻ ക്രസ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അത് ഓൾറെഡി ട്രെഞ്ചസിന്റെ അവിടെ വെച്ചിട്ട് സബ്ഡക്ഷൻ സംഭവിച്ച് ഡിസ്ട്രോയ് ആയിപ്പോയി ഡ്യൂ ടു ദിസ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ കൺവെക്ഷൻ സെൽ. ഈ കൺവെക്ഷൻ സെല്ലിന്റെ ഡിസെൻഡിങ് ലിംബിന്റെ ആക്ഷൻ കാരണം അവിടെ വെച്ചിട്ട് ഓൾഡർ ഓഷ്യാനിക് ക്രസ്റ്റിനെല്ലാം ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ പുതിയ ഓഷ്യൻ ക്രസ്റ്റ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ട്രെഞ്ചസ് നിങ്ങൾ മാപ്പ് വർക്ക് ചെയ്യണം. ഇത് ചോദിച്ചിട്ടുണ്ട് പ്രിലിംസിന്. സോ ഈ ട്രെഞ്ചസിന്റെ പേരുകൾ ഓരോ ഓഷ്യൻസ് എടുക്കുക, ആ ഓരോ ഓഷ്യൻസിലുള്ള ട്രെഞ്ചസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെഞ്ചസിന്റെ പേര് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ആ പേരൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം വീട്ടിൽ പോയിട്ട് അറ്റ്ലസ് എടുത്തിട്ട്, ഇതും കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്, അതും കൂടെ അറ്റ്ലസ് വെച്ചിട്ട് അറ്റ്ലസിൽ ട്രെഞ്ചസിന്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ഓഷ്യൻസ് എടുക്കുക, അതിലുള്ള ട്രെഞ്ചസിന്റെ പേര് നോട്ട് ചെയ്ത് പഠിക്കുക. അത് ഏത് ഓഷ്യനിലാണെന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഓരോ ഓഷ്യനിലുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് മാപ്പ് വർക്ക് ചെയ്യുക. ഓക്കെ, യു ക്യാൻ നോട്ട് ഡൗൺ ഫ്രം ദിസ്. ഈ നെയിംസ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അലൂഷ്യൻ ട്രെഞ്ച്,
അലൂഷ്യൻ അലാസ്കേന്റെ അടുത്ത് വരുന്നതാണ്. അലൂഷ്യൻ ഐലൻഡ്സ് ഉണ്ട്. അലൂഷ്യൻ ഐലൻഡ്സിന്റെ അടുത്തുള്ള ട്രെഞ്ച് ആണ് അലൂഷ്യൻ ട്രെഞ്ച്. അത് പസഫിക്കിലാണ് വരുന്നത്, ഈസ്റ്റേൺ പസഫിക്കില്. ദെൻ മിഡ് അമേരിക്കൻ ട്രെഞ്ച്, പെറു ചിലി ട്രെഞ്ച്. ഏത് ഓഷ്യനാണ്? ഈസ്റ്റ് പസഫിക് ആണോ, വെസ്റ്റ് പസഫിക് ആണോ, സോറി നോർത്ത് പസഫിക് ആണോ, സൗത്ത് പസഫിക് ആണോ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെ മാപ്പ് വർക്ക് ചെയ്ത് പഠിച്ചു വെക്കാം. പ്യൂർട്ടോറിക്കോ ട്രെഞ്ച്, സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച്, സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച്, ജാവ ട്രെഞ്ച്, നാൻസെ ഷോട്ടോ, മിൻഡാനാവോ, ടോങ്ക, കെർമാഡെക്, ന്യൂ ഹെബ്രിഡസ്, കുറൈൽ ട്രെഞ്ച്, മരിയാന ട്രെഞ്ച്. മരിയാന ട്രെഞ്ച് അറിയാലോ, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വരുന്നതാണ് മരിയാന ട്രെഞ്ച്. Finished? So moving to the next slide.
So this is what we just studied. ഇത് നമ്മൾ sea floor spreading theory explain ചെയ്യുന്ന slide ആണ്. So you can clearly see in this slide, at the trench, ocean floor is destroyed, melted in the mantle. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ അവിടെ അപ്വെല്ലിംഗ് നടക്കുന്നു, മാഗ്മ പുറത്തു വരുന്നു, റിഡ്ജ് ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്ത ഓഷ്യൻ ക്രസ്റ്റിനെ അഗെയിൻ ഈ ഡൈവേർജിങ് ലിംബ് ഡൈവേർജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ട്രെഞ്ചസിന്റെ അവിടെയുള്ള അസെൻഡിങ് ലിംബ് വരുന്നത് കൊണ്ട് ഈ ഓഷ്യൻ ക്രസ്റ്റ് താഴോട്ട് സബ്ഡക്ട് ചെയ്യപ്പെടുന്നു, സബ്ഡക്ട് ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നിയർ ദ ട്രെഞ്ചസ് ഇറ്റ്സ് ഗോട്ട് ഡിസ്ട്രോയ്ഡ്. ഓക്കെ, so ocean crust is heavier than continental crust ആണ്. So ocean floor act like a conveyor belt. Ocean floor cyclic process 300 million years. Okay, nothing important in it. So this is all about sea floor spreading theory. So this is Mariana Trench. Mariana Trench Mount Everest നേക്കാളും depth കൂടുതലാണ് Mariana Trench ന്. You can see it in the image. Near the North Mariana Islands, Philippines ന് അടുത്തായിട്ടാണ് Mariana Trench. You can see it in the Pacific Ocean. Okay. It is the deepest point on the Earth. So in 2006 prelims question, in which of the following ocean the Diamantia Trench is located? Diamantia Trench ഏത് ഓഷ്യനിലാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2006. So it's a very small trench near the Indian Ocean വരുന്ന ഒരു trench ആണ്. So answer is Indian Ocean. So near ഓസ്ട്രേലിയന്റെ അടുത്ത് കാണുന്ന ഈ ഒരു ചെറിയ ട്രെഞ്ച് ആണ് ഡയമെൻഷ്യ ട്രെഞ്ച്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിലാണ് ഡയമെൻഷ്യ ട്രെഞ്ച് വരുന്നത്. ഈ സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു വരുന്ന പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുടെയും ഒക്കെ ഒരു ബേസിക് എവിഡൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൂഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഈ പാലിയോ മാഗ്നറ്റിസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറയാം, അത് കേട്ടാൽ മാത്രം മതി. സോ ഇത്രയുള്ള ഈ ഇമേജിൽ കാണുന്നത് പോലെ ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് പോകും തോറും യു ക്യാൻ സീ ദ പാരലൽസ്. കണ്ടോ, ഇവിടെ ഒരു സൗത്ത് പോള്, സൗത്ത് മാഗ്നറ്റിക് പോള്. So both equal, ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ നിന്ന് ബോത്ത് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസിൽ യു ക്യാൻ സീ ദ south pole of the magnetism. Then we can see the north pole, then we can see the south pole. Or alternative way ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കും. ഈ ഇമേജ് നോക്കാം, യു ക്യാൻ സീ സൗത്ത് നോർത്ത് എന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജിന്റെ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ മാഗ്നറ്റിക് പോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇത് കാണിക്കുന്ന എന്താ വെച്ചാൽ ആദ്യം ഒരു മാഗ്മ പുറത്തേക്ക് വരുന്നു. മാഗ്മ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ സമയത്തുള്ള എർത്തിന്റെ ജിയോ മാഗ്നറ്റിസം അനുസരിച്ച് മാഗ്നറ്റിക് പോളിന് അനുസരിച്ചിട്ട് ഇവിടെ വരുന്ന മാഗ്മ സോളിഡിഫൈ ചെയ്യുമ്പോൾ അവിടുത്തെ റോക്കിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത കുറെ നാൾ എന്ന് വെച്ചാൽ അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു, പുതിയ മാഗ്മ വരുന്നു. ആ സമയത്ത് എന്താണോ ജിയോ മാഗ്നറ്റിക് പോൾ, അത് അപ്പോ എർത്തിന്റെ മാഗ്നറ്റിസം ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. സോ അതിനനുസരിച്ചിട്ട് ഇവിടെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ മാഗ്നറ്റിക് പോൾസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റിക് പോൾസ് നമുക്ക് ഡിഫറൻസ് കാണാനായിട്ട് പറ്റുന്നത്. സോ ദിസ് ഈസ് ഇത്രയും അതിനകത്ത് ഓർത്തിരുന്നാൽ മതി. പാലിയോ മാഗ്നറ്റിസം ഇസ് കൺസിഡേർഡ് ആസ് ആൻ എവിഡൻസ് ഫോർ സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി ആസ് വെൽ ആസ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുടെയും സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറിയുടെയും ഒരു എവിഡൻസ് ആണ് പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ ദ കാൾസ്ബർഗ് റിഡ്ജ്, ഇന്ത്യൻ ഓഷ്യൻ. ഈ പാലിയോ മാഗ്നറ്റിക് ഫീച്ചർ ആദ്യമായിട്ട് കണ്ടത് കാൾസ്ബർഗ് റിഡ്ജ്, ഇന്ത്യൻ ഓഷ്യനിലുള്ള കാൾസ്ബർഗ് റിഡ്ജിലാണ്. മാഗ്നറ്റിസം ഓഫ് ദ റോക്സ് അലോങ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്, മാഗ്നറ്റോമീറ്റർ വെച്ച് നോക്കുമ്പോൾ മാഗ്നറ്റിക് പാരലൽ സ്ട്രൈപ്സ് കാണാൻ പറ്റുന്നു. നോർമൽ ആൻഡ് റിവേഴ്സ് മാഗ്നറ്റിക് പ്രൊഫൈൽ, അതായത് സൗത്ത് നോർത്ത് ഓൾട്ടർനേറ്റ് രീതിയിലുള്ള മാഗ്നറ്റിക് പോൾസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ഇതിന് എക്സ്പ്ലെയിൻ കൊടുത്തത് വൈനാൻ മാത്യൂസ് എന്ന് പറയുന്ന ജോഗ്രഫേഴ്സ് ആണ്. വൈനാൻ മാത്യൂസ് പറഞ്ഞത് മോൾട്ടൺ ലാവ get the polarity of the geomagnetic field of that period. ഈ വരുന്ന ലാവയ്ക്ക് ആ സമയത്തുള്ള എർത്തിന്റെ ജിയോമാഗ്നറ്റിക് ഫീൽഡ് എന്താണോ അതിനനുസരിച്ചുള്ള പൊളാരിറ്റി ആയിരിക്കും ഉണ്ടാവുക. അത് സോളിഡിഫൈ ചെയ്യുമ്പോഴും സെയിം പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു.
പുതിയ ലാവ വന്ന് പിന്നീട് സോളിഡിഫൈ ചെയ്യുമ്പോൾ അത് ആ കറസ്പോണ്ടിങ് സമയത്ത് മാഗ്നറ്റിക് പൊളാരിറ്റി കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റ് നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിലുള്ള പാരലൽസ് നമുക്ക് കിട്ടാനായിട്ടുള്ള കാരണം എന്നാണ് പാലിയോ മാഗ്നറ്റിസം പറയുന്നത്. ഓക്കെ, so the paleomagnetism is an evidence for seafloor spreading theory as well as plate tectonic theory. 2011 prelims question. So just go and search where is the Malacca Strait and where is the Kra Isthmus. മ്യാൻമറിനും തായ്ലൻഡിനും ഇടയിലാണ് ഇസ്തുമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡ് കണക്ടിങ് ടു ലാർജ് ലാൻഡ് മാസ്. അതിനെയാണ് ഇസ്തുമസ്. ഇസ്തുമസും സ്ട്രേറ്റും എന്താണെന്ന് നോക്കുക. ഓക്കെ, ഇസ്തുമസ് ആൻഡ് സ്ട്രേറ്റ് ആൻഡ് ഇസ്തുമസ്. സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നാരോ സ്ട്രെച്ച് ഓഫ് വാട്ടർ ബോഡി കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ നാരോ സ്ട്രെച്ച് ഓഫ് വാട്ടർ ബോഡി കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് ടു ലാർജ് വാട്ടർ ബോഡി, രണ്ടും ഒന്ന് തന്നെയാണ്. സോ അതിനെയാണ് നമ്മൾ സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. സിമിലർലി അതിന്റെ ലാൻഡ് ഫോം ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഇസ്തുമസ്. A narrow stretch of landmass which connecting two large landmass is known as isthmus. So isthmus of Kra is between Myanmar and Thailand ആണ് ട്ടോ. Myanmar and Thailand, which connecting Asia with India. So the last theories we finished continental drift theory and seafloor spreading theory. Now we have to study what is plate tectonic theory. Wait for a second, let me get that slide.
Okay, hope the slide is visible. So we studied the continental drift and seafloor spreading. So next one is plate tectonic theory. Any doubt? Any doubt regarding seafloor spreading and continental drift? Please comment. Any doubt regarding continental drift theory and seafloor spreading theory? Okay. So let's move on to the plate tectonic theory. So again, I'm പറഞ്ഞ ഇതൊരു സീരീസ് ആണ് വരുന്നത്. ഇതിന്റെ third and final climax episode ആണ് plate tectonic theory എന്ന് പറയുന്നത്. So it explains how these fault mountains are formed, how it explains how the reason for earthquake, the reason for volcanism. Everything is explained using this plate tectonic theory. ഇതൊരു പ്രത്യേക സയന്റിസ്റ്റിന്റെ വർക്കൊന്നുമല്ല. ഓൾടുഗെദർ കുറെ ജോഗ്രഫേഴ്സ് കുറെ സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ട് വരുന്നതാണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്ന് പറയുന്നത്, which came out in 1916s based on two scientific evidences. First one was seafloor spreading, the second one was paleomagnetism. നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങൾ seafloor spreadingും പാലിയോമാഗ്നറ്റിസവും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിന്റെ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുടെ എവിഡൻസ് എന്ന് പറയുന്നത് seafloor spreading and paleomagnetism ആണ്. This is the latest and accepted theories. So what is a plate? Plate crust and upper part of the mantle is known as lithosphere. നമ്മൾ നേരത്തെ കണ്ടു അപ്പർ മാൻഡിലിന്റെ കുറച്ച് പോർഷൻസും എർത്തിന്റെ ക്രസ്റ്റും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഒരു ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സംഭവമല്ല. ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് പ്ലേറ്റ്സ്. മേജർ പ്ലേറ്റ്സ് ഉണ്ട്, മൈനർ പ്ലേറ്റ്സ് ഉണ്ട്. ഇത് മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്, മൈനർ പ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് പഠിക്കണം പ്രിലിംസ് പെർസ്പെക്ടീവില്. അത് ഞാൻ നോട്ടിൽ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഫാക്ച്വൽ. അതുകൊണ്ട് അത് ഞാൻ തരുന്ന നോട്ട് ഉണ്ടായിരിക്കും. ആ നോട്ടിൽ ഒരു ഇമേജ് ഉണ്ടാവും. ആ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കിയിട്ട് മേജർ പ്ലേറ്റ് ഏതാണ്, മൈനർ പ്ലേറ്റുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ലൊക്കേഷനും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ഒരു റെഡ് കളറിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. അത് അതിന്റെ മൂവ്മെന്റ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അത് ഏത് സൈഡിലോട്ടാണ് മൂവ് ചെയ്ത് പോയത് എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് മൈനർ പ്ലേറ്റ്സിനെ റിഗാർഡ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ചില മൈനർ പ്ലേറ്റ്സുകളെ റിഗാർഡ് ചെയ്തിട്ട് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നോട്ടിൽ തരും. ആ നോട്ടിൽ തരുന്ന ആ മേജർ പ്ലേറ്റ്സും മൈനർ പ്ലേറ്റ്സും ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. Now, so the lithosphere is not a continuous one. Lithosphere is made up of numerous major and minor plates. ഈ lithosphere പല പ്ലേറ്റുകൾ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. So we know that lithosphere float over asthenosphere. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഈ പ്ലേറ്റ്സുകളെല്ലാം asthenosphereൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. Okay. Lithosphere is not continuous. It's broken into numerous plates. So plates എന്താണെന്ന് മനസ്സിലായില്ലേ? So this is that image. ഇതിന്റെ കുറച്ചുകൂടെ വലിയൊരു ഇമേജ് ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. JT വിൽസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റിന്റെ പേരൊന്നും നമുക്ക് ആവശ്യമില്ല. They named what is plate. Then there are 3 types of plates: entirely oceanic, entirely continental, both continental and oceanic. There are 6 major plates and 20 minor plates. സോ നമ്പർ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏതൊക്കെയാണ് പ്ലേറ്റുകൾ എന്നുള്ളതൊക്കെ, ചില പ്ലേറ്റുകളുടെ പേരൊക്കെ നമ്മൾ കൊക്കോസ് പ്ലേറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കൊക്കോസ് പ്ലേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നാസ്ക പ്ലേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ എവിടെയാണെന്നുള്ളത്, ഇപ്പൊ നാസ്ക എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് കിട്ടണം എന്നില്ല. ഇപ്പൊ കരീബിയൻ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ്. ബൈ ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ്സ് എവിഡന്റ്. പക്ഷെ ചില പ്ലേറ്റുകൾ അങ്ങനെ നെയിം കൊണ്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജുവാൻഡെ ഫൂക്ക പ്ലേറ്റ് എവിടെ പേര് കേട്ടാൽ നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാവില്ല. കൊക്കോ പ്ലേറ്റ് എവിടെയാന്ന്, കൊക്കോ ഐലൻഡ്സിന്റെ അടുത്താണെന്ന് കൊക്കോ പ്ലേറ്റ്, പക്ഷെ നമുക്ക് കറക്റ്റ് നാസ്ക പ്ലേറ്റ് എവിടെയാണെന്നൊന്നും പേര് കേട്ടാൽ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ പ്ലേറ്റുകളൊക്കെ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സോ അത് നോട്ടിലുണ്ടാവും, ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ദിസ് ഈസ് ദ പ്ലേറ്റ്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, just quickly go through this. ഏതൊന്നും വേണ്ട, നോട്ടിലുണ്ടാവും.
Okay. So inner core is made up of nickel and iron, outer core is made up of nickel, iron and silica. Mantle is made up of olivine rock. Earth in the interior and the structure on it composition on it. So inner core of earth is made up of iron and nickel, outer core is made up of iron, nickel and silica. Mantle is made up of olivine rock. It's a type of rock. Oceans are made up of basaltic rock. Continents are made up of granite or andesitic rocks. Ocean crust basaltic rock കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. Continents granite അല്ലെങ്കിൽ andesitic rock കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Ocean crust കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും ഹെവിയർ ആണ്. ഹെവിയർ എന്ന് വെച്ചാൽ സബ്ഡക്ട് ചെയ്ത് പോകുന്നു അല്ലെ, ഡെൻസിറ്റി കൂടുതലാണ് ഓഷ്യൻ ക്രസ്റ്റിന് കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും. അതുകൊണ്ടാണ് ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഓഷ്യൻ ക്രസ്റ്റ് സബ്ഡക്ട് ചെയ്ത് താഴോട്ട് പോകുന്നത്. പക്ഷെ ഓഷ്യൻ ക്രസ്റ്റ് കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും തിന്നർ ആണ്. ഓക്കെ, തിന്നർ ആണ്, അത് ഓർത്തിരിക്കുക. ഓഷ്യൻ ക്രസ്റ്റ് ഇസ് ഹെവിയർ ബട്ട് തിന്നർ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. It is made up of basaltic rock. Continental crust is made up of granitic and andesitic rock. Okay, mantle is made up of olivine rock. Let's look into this. Olivine rock is the heaviest one and it is highly fluid. Basalt is fluid ആണ്, കുറച്ചും കൂടെ അതിനേക്കാളും കമ്പയർഡ് ടു ഒലിവൈനേക്കാളും രണ്ടും കുറവാണ്. ഫ്ലൂയിഡിറ്റിയും കുറവാണ്, ഹെവിയറും കുറവാണ്. ആൻഡിസൈറ്റ് അതിലും ലൈറ്റർ ആണ്. ഗ്രാനൈറ്റ് ഏറ്റവും ലൈറ്റസ്റ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒലിവൈൻ, ബസാൾട്ട്, ആൻഡിസൈറ്റ് ആൻഡ് ഗ്രാനൈറ്റ്. ഓക്കെ, ഒലിവൈൻ, ബസാൾട്ട്, ആൻഡിസൈറ്റ് ആൻഡ് ഗ്രാനൈറ്റ്. ക്ലിയർ? ഒലിവൈൻ, ബസാൾട്ട് ആൻഡ് ആൻഡിസൈറ്റ്, ഗ്രാനൈറ്റ്. അതുപോലെ തന്നെ ഈ ഒലിവൈൻ റോക്ക് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസാൾട്ട് ആവും, ബസാൾട്ട് മെൽറ്റ് ചെയ്താൽ ആൻഡിസൈറ്റ് ആവും, ആൻഡിസൈറ്റ് മെൽറ്റ് ചെയ്താൽ ഗ്രാനൈറ്റ് ആവും. ഒലിവൈൻ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസാൾട്ട് ആവും, ബസാൾട്ട് മെൽറ്റ് ചെയ്താൽ ആൻഡിസൈറ്റ് ആവും, ആൻഡിസൈറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും കൂടെ സബ്ഡക്ട് ചെയ്യുമ്പോൾ, കൺവേർജ് ചെയ്യുമ്പോൾ ഓഷ്യൻ ക്രസ്റ്റിന് സബ്ഡക്ഷൻ സംഭവിച്ച് താഴോട്ട് പോകും. അവിടെ വെച്ച് അത് ഡിസ്ട്രോയ് ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു സീ ഫ്ലോ സ്പ്രെഡിങ്ങിൽ. ഈ ഡിസ്ട്രോയ് ആയി പോവാന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓഷ്യൻ ക്രസ്റ്റ് താഴോട്ട് പോകുമ്പോൾ മാഗ്മയുടെ അടുത്തുള്ള ഹീറ്റ് കൊണ്ട് ഈ ബസാൾട്ടിക് ഓഷ്യൻ ക്രസ്റ്റിലെ ബസാൾട്ടിക് റോക്ക് ആൻഡിസൈറ്റിക് റോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ള ആൻഡിസൈറ്റിക് റോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ബസാൾട്ടിക് റോക്കിനേക്കാളും തിന്നർ ലൈറ്റർ ആണ് ആൻഡിസൈറ്റിക് റോക്ക് എന്നുള്ളതുകൊണ്ട് പിന്നെ താഴെ നിന്ന് അത് നേരെ എന്ത് ചെയ്യും, മുകളിലേക്ക് വന്നിട്ട് ആ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ പാർട്ടായിട്ട് മാറും. അങ്ങനെയാണ് ഓഷ്യൻ ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് സീ ഫ്ലോ സ്പ്രെഡിങ്ങിൽ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഓഷ്യൻ ക്രസ്റ്റിന് സബ്ഡക്ഷൻ സംഭവിക്കുമ്പോൾ മാഗ്മയുടെ ഹീറ്റ് കൊണ്ട് ഈ ബസാൾട്ടിക് റോക്ക് ആൻഡിസൈറ്റിക് റോക്കായി മാറുന്നു. അതിന്റെ ഒരു തിയറിയാണ്, ഇതൊന്നും അങ്ങനെയൊന്നും പഠിക്കണ്ട. അതിന്റെ ഒരു ബസാൾട്ടിക് റോക്ക് ആൻഡിസൈറ്റിക് റോക്കായി മാറുന്നു. ആൻഡിസൈറ്റിക് റോക്ക് ലൈറ്റർ ആയതുകൊണ്ട് അത് മുകളിലേക്ക് വരുന്നു. മുകളിലേക്ക് വന്ന് become the part of continental crust. അതുകൊണ്ടാണ് ഈ ഓഷ്യൻ ക്രസ്റ്റ് അവിടെ വെച്ചിട്ട് ട്രെഞ്ചിന്റെ അവിടെ വെച്ച് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒലിവൈൻ, ബസാൾട്ട്, ആൻഡിസൈറ്റ് ആൻഡ് ഗ്രാനൈറ്റ്. പ്ലേറ്റ് ടെക്ടോണിക് തിയറി പറയുന്നത് ഈ പ്ലേറ്റുകൾ ലിത്തോസ്ഫിയറിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കാണ്. ലിത്തോസ്ഫിയർ ഇസ് മേഡ് അപ്പ് ഓഫ് ന്യൂമറസ് പ്ലേറ്റ് ആൻഡ് ഇറ്റ് ഫ്ലോട്ട് ഓവർ ദ എസ്തനോസ്ഫിയർ. സോ ഈ ഒരു സ്ഫിയറിലൂടെ ഇത് ഫ്ലോട്ട് ചെയ്ത് നടക്കുമ്പോൾ there may be interactions between these plates. ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. There are three kind of interactions: divergent ആവാം, convergent ആവാം, ട്രാൻസ്വേഴ്സ് ആവാം. ഓക്കെ, 3 types of interactions ആണ് നടക്കുന്നത്. അതിൽ ഒരു ഇന്ററാക്ഷൻ വഴി ഡൈവേർജന്റ് ബൗണ്ടറി ആവാം, കൺവേർജന്റ് ബൗണ്ടറി ആവാം, ട്രാൻസ്വേഴ്സ് ബൗണ്ടറി ആവാം. ഓക്കെ, സോ let it be the two plates, plate 1 and plate 2. Divergent എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡൈവേർജ് ചെയ്ത് പോവാം. അതായത് ആ കൺവെക്ഷൻ സെല്ലിന്റെ ഡൈവേർജിങ് ലിംബ് ഇവിടെ വരും. അസെൻഡിങ് ലിംബ് ആൻഡ് ഡൈവേർജിങ് ലിംബ് വരുന്ന സ്ഥലത്ത്. ഇത് കൺവെക്ഷൻ സെല്ലാണെന്ന് വിചാരിക്കാം.
ഇതാണ് ഡൈവേർജിങ് ബൗണ്ടറി എന്ന് വിളിക്കുക. ഇതാണ് ഡൈവേർജിങ് ബൗണ്ടറി. ഓക്കെ, ഇതാണ് ഡൈവേർജിങ് ബൗണ്ടറി. നെക്സ്റ്റ് കൺവേർജിങ് ബൗണ്ടറി ആവാം. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം. ഹിമാലയൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്തതുപോലെ. സോ ദിസ് ഈസ് കൺവേർജന്റ് ബൗണ്ടറി. This is convergent boundary. And the third one is transverse. Transverse എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് ഓവറിങ് വൺ അനദർ. ഓക്കെ, ഇങ്ങനെ രണ്ടും കൂടെ മുകളിലും താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ഓവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് ട്രാൻസ്വേഴ്സ്. സ്ലൈഡ് ഓവർ ഈച്ച് അതർ, മുകളിലൂടെ സ്ലൈഡ് ഓവർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ബൗണ്ടറി എന്ന് വിളിക്കുക. സോ ദിസ് ഇസ് ഡൈവേർജന്റ് ബൗണ്ടറി, ദിസ് ഇസ് കൺവേർജിംഗ് ബൗണ്ടറി, ആൻഡ് ദിസ് ഇസ് ട്രാൻസ്വേഴ്സ് ബൗണ്ടറി. ഓക്കെ, ട്രാൻസ്വേഴ്സ് ബൗണ്ടറി നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് കാലിഫോർണിയയിലാണ് കേട്ടോ. US-ന്റെ അവിടെയുള്ള കാലിഫോർണിയയിലാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്വേഴ്സ് ബൗണ്ടറി കാണാനായിട്ട് പറ്റുന്നത്. So these are the three plate interactions: divergent, convergent, and transverse. First one is divergent. So നമ്മൾ കണ്ടു what is divergent എന്നുള്ളത്. അസെൻഡിങ് ലിംബ് വരുന്നു, മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്യുന്നു, രണ്ടറ്റത്തേക്കും അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു. So this is known as diverging. This is known as diverging plate boundary. Okay, so it's mainly found in mid oceanic ridge-il നമുക്ക് diverging plate boundaries ആണ് കാണാൻ പറ്റുക. Mid oceanic ridge-il we can found this diverging plate boundary. If it is in the ocean, ocean-ന്റെ താഴെയാണ് ഈ ഒരു diverging boundary വരുന്നത് എങ്കിൽ it resulted in the formation of mid oceanic ridge. Okay, ocean-ന്റെ താഴെയാണ് diverging boundary വരുന്നത് എങ്കിൽ, so if it is below the ocean, it resulted in the formation of a mid oceanic ridge. If it is below the continent-ന്റെ താഴെയാണെങ്കിൽ what will be the resultant formation? The resultant formation is known as rift valley. അതിനെയാണ് നമ്മൾ റിഫ്റ്റ് വാലി എന്ന് വിളിക്കുക. നിങ്ങൾ ഫോൾട്ടിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ലെറ്റ് മൂവ് ഇൻ ടു ദാറ്റ്. സോ റിഫ്റ്റ് വാലി ഈസ് ലീഡിങ് ടു nascency. Okay, this is all about plate boundary. So I will explain it through another diagram. Once again, ഇതൊന്ന് വരച്ചെടുത്തോളൂ കേട്ടോ എൻ്റെ കൂടെ.
So forces there are two types of endogenetic forces and exogenetic forces. Endo, which means which act in interior of the earth. Endogenetic forces are acting interior of the earth. Exogenetic forces are acting on the exterior of the earth or in the outer surface of the earth. Again, endogenetic is divided into two. Endogenetic forces is divided into two. Diastrophic forces and catastrophic. Diastrophic forces and catastrophic forces. Diastrophic forces and catastrophic forces. Diastrophic, only one name. Diastrophic in one A, I accidentally misspelled that. So diastrophic forces and catastrophic. Diastrophic, the word meaning is very slow process. Diastrophic nulla vaakinte artham. Whereas the catastrophic forces nu vechayinal വളരെ സഡൻ ആയിട്ട് നടത്തുന്ന ഫോഴ്സിനെയാണ് കാറ്റസ്ട്രോഫിക്. കാറ്റസ്ട്രോഫി എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ കലാമിറ്റി അല്ലെങ്കിൽ കാറ്റസ്ട്രോഫി എന്നൊക്കെ പറയുന്ന ഡിസാസ്റ്റർ എന്നൊക്കെ പറയും. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സഡൻ ആയിട്ട് നടക്കുന്നതിനെയാണ് കാറ്റസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഡയാസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ടൈം എടുത്ത് നടക്കുന്നതിനെയാണ് ഡയാസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. Again, diastrophic forces are divided into two. Diastrophic forces are divided into two. So diastrophic ന്റെ അവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സ്ലോ എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഡയാസ്ട്രോഫിക്കിന്റെ അവിടെ ബ്രാക്കറ്റിൽ സ്ലോ എന്ന് എഴുതിക്കോളൂ. കാറ്റസ്ട്രോഫിക്കിന്റെ അടുത്ത് സഡൻ എന്ന് എഴുതിക്കോളൂ. So in diastrophic we have epirogenetic. Epirogenetic forces and orogenetic. Epirogenetic and orogenetic. Epirogenetic in our bracket continental building forces. Epirogenetic are continental building forces, where orogenetic are mountain building forces. Okay, epirogenetic are continental building forces, whereas orogenetic are mountain building forces. Again, epirogenetic is of two types. Orogenetic is of two types. Epirogenetic in the first one, emerging. The continent emerge, and other one is submerging. Okay, submerging. Submerging and emerging. Orogenetic in the tensional and compressional. Tensional and compressional. അതായത് epirogenetic എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ ബിൽഡിംഗ് ഫോഴ്സസ് ആണ്. കോണ്ടിനെന്റ് ക്യാൻ ബി എമർജ്ഡ്. എമർജിംഗ് ഫോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അപ്വേർഡ് എന്ന് പറയും. അപ്വേർഡ് ആണെങ്കിൽ എമർജ് ചെയ്ത് വരും.
ഡൗൺവേർഡ് ആണെങ്കിൽ സബ്മേർജ് ചെയ്തു പോകും. സോ ദ ഫോഴ്സ് ഈസ് അപ്വേർഡ് ആണെങ്കിൽ എമർജിങ് കോണ്ടിനെന്റ്സ് ആയിരിക്കും. ഇഫ് ദ ഫോഴ്സ് ഈസ് ഡൗൺവേർഡ് ആണെങ്കിൽ ഇറ്റ് സബ്മേർജിങ് കോണ്ടിനെന്റ്സ് ആയിരിക്കും. ഇനി ഓറോജനറ്റിക്കലി വി കോൾ ഇറ്റ് ആസ് ടു ടൈപ്സ്. ടെൻഷണൽ ഉണ്ടാവും, കംപ്രഷണൽ ഉണ്ടാവും. ടെൻഷണൽ ലീഡ് ടു fall to mountains. Sorry. This is lead to fall to mountains, and compressional lead to fall to mountains. Compressional force lead to fall to mountains. Catastrophically main ആയിട്ട് വരുന്നത് earthquake and volcanism. Okay. Similarly, exogenetically വരുന്നത് weathering and erosion. Okay. So submerging or downward movement ആണ്. Orogenetically വരുന്നത് tensional. So submerging or downward ഇവിടെ വരുന്ന tensional അല്ലെങ്കിൽ tensional force led to fall to mountain, compressional force led to fall to mountain. So these are the forces affecting on the earth's crust. Endogenetic forces ഉണ്ട്, exogenetic forces ഉണ്ട്. Endogeneticനെ തന്നെ ഡയാസ്ട്രോപിക് എന്നും കാറ്റസ്ട്രോപിക് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഡയാസ്ട്രോപിക് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വരുന്ന ഫോഴ്സസിനെയാണ് ഡയാസ്ട്രോപിക് ഫോഴ്സസ് എന്ന് വിളിക്കുക. വളരെ സഡൻ ആയിട്ട് നടത്തുന്ന ഫോഴ്സിനെയാണ് കാറ്റസ്ട്രോപിക്, വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദി ഇന്റീരിയർ ഓഫ് ദ എർത്ത്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് endogenetic forces. Exogenetic forces are in the acting on the outer surface of the earth, which is known as exogenetic forces. Okay. In diastrophic എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വരുന്നതാണ്. അതിൽ there are two types: epirogenetic, which is the continental building force, and orogenetic, which is the mountain building force. Continental building forces, there are of two types: upward force, which resulted in the emerging of a continent; downward force, which leading to a submergence of a continent. Orogenetic forces, there are of two types: orogeny, which lead to oro എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ it's related to mountain. So orogenetic forces, which is lead to the formation of mountains. Orogenetic forces are of two types: tensional forces, which lead to the formation of fault mountains and rift valleys; compressional forces, which lead to the formation of fault mountains. Then we have exogenetic forces, which is weathering and erosion. Weathering is a static process. Static എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൂവ്മെന്റ് ഉണ്ടാവില്ല, അവിടെയുള്ള വസ്തുക്കൾ അവിടെ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇറോഷൻ ഇസ് എ മൂവ്മെന്റ് ഉള്ള മോഷൻ ആണ്. അതായത് ആ വെതേർഡ് മെറ്റീരിയൽസിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇറോഷന്റെ ഒപ്പം, അതായത് അതിങ്ങനെ പൊടിഞ്ഞ് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അതാണ് വെതറിങ്ങും ഇറോഷനും തമ്മിലുള്ള വ്യത്യാസം. വെതറിംഗ് ഇസ് എ സ്റ്റാറ്റിക് പ്രോസസ്, whereas erosion is a mobile process. Weathering is static ആണ്, there is no motion of the weathered particle, whereas in the erosion the weathered particles are moving. So erosion is a mobile process, whereas weathering is a static process. അത് ഓർത്തിരിക്കുക, weathering ഒരു static process ആണ്, erosion ഒരു mobile ആണ്, അല്ലെങ്കിൽ അത് മൂവ്മെന്റ് ഉള്ളതാണ് erosion. Okay, so these are the forces which are affecting on the earth crust. Earth crust ൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഓരോന്നാണ് നമ്മൾ ആക്ച്വലി പ്ലേറ്റ് ടെക്ടോണിക്സിൽ വരുന്നത്. ഈ എപ്പിറോജനറ്റിക് മൂവ്മെന്റും ഓറോജനറ്റിക് മൂവ്മെന്റും ഇതിനെല്ലാത്തിനുള്ള എക്സ്പ്ലനേഷൻ ആണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വേൾഡ് ജിയോമോർഫോളജി എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഒരു ഓൾ ടുഗദർ വ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കോണ്ടിനെന്റ്സ് ഫോം ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്ലേറ്റ് മൂവ്മെന്റുകളാണ് നടക്കുന്നത്, ഓക്കെ, അങ്ങനെ എങ്ങനെയാണ് കോണ്ടിനെന്റ്സ് ഫോം ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണ് മൗണ്ടൻസ് ബിൽഡ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് മൗണ്ടൻസ് ആണ് ഫോം ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ലാൻഡ് ഫോംസ് ആണ് ഫോം ചെയ്യുന്നത്, എന്താണ് എർത്ത് ക്വേക്ക്, എന്താണ് വോൾക്കാനിസം,
അതുപോലെ തന്നെ എന്താണ് സുനാമി. ഓക്കെ, 3 പേരും സുനാമി വേണമെങ്കിൽ എഴുതാം. എർത്ത് ക്വേക്ക് വോൾക്കാനിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സുനാമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആഫ്റ്റർ എഫക്ട് ഓഫ് എർത്ത് ക്വേക്ക് ആണ്. സോ അതുകൊണ്ട് ഞാനത് എഴുതിയില്ലാന്നേ ഉള്ളൂ. സോ വാട്ട് ഈസ് എർത്ത് ക്വേക്ക്, വാട്ട് ഈസ് വോൾക്കാനിസം, then what is weathering, what is erosion, what are the agents of erosion, how these erosional agents are making landforms on the earth. ഇതാണ് ഓൾ ടുഗെദർ ഇനി നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നെക്സ്റ്റ് ഈ ഒരു സെഷനിൽ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്യാൻ ഐ ചേഞ്ച് ദിസ് സ്ലൈഡ്? One second. Okay. So let's coming back to that. ഞാൻ ഒരു ഇമേജ് കാണിച്ചത് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നതിന്റെ ഒരു പ്രിവ്യൂ ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചത്. അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഇനി നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറി തൊട്ടിട്ട് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിലേക്ക് വരുമ്പോൾ പ്ലേറ്റ് ടെക്ടോണിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ദിസ് continents are formed, how these plates are moving, continents are formed, how these mountains are formed. ഇതൊക്കെയാണ് how the earthquake happened, how the volcanism happened. ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക് തിയറി കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറി ഈ ഓൾ ദി ഫിനോമിനോൺസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്ലേറ്റ് മൂവ്മെന്റ് വെച്ചിട്ടാണ്, പ്ലേറ്റ് ഇന്ററാക്ഷൻസ് വെച്ചിട്ടാണ്. ഈ പ്ലേറ്റ് ഇന്ററാക്ഷൻസ് നമ്മൾ കണ്ടു, മെയിൻ ആയിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഡൈവേർജന്റ് ബൗണ്ടറി, കൺവേർജന്റ് ബൗണ്ടറി ആൻഡ് ട്രാൻസ്വേഴ്സ് ബൗണ്ടറി. ഈ 3 പ്ലേറ്റ് ഇന്ററാക്ഷൻസ് ആണ് നടക്കുന്നത്. ആദ്യത്തേത് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആണ്. സോ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി നമ്മൾ ഓൾറെഡി കണ്ടതാണ് മിഡ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൽ. സോ ഇഫ് ഇറ്റ് ഈസ് ബിലോ ദ ഓഷ്യൻ ആണെങ്കിൽ നമ്മൾ കണ്ടു മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്യുന്നു അല്ലെ. അസെൻഡിങ് ലിംബ് വന്ന് മാഗ്മ സോളിഡിഫൈ ചെയ്ത് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് ബിലോ ദ കോണ്ടിനെന്റ് ആണെങ്കിലോ, കോണ്ടിനെന്റിലാണെങ്കിൽ you can see here. അപ്പോൾ ഓഷ്യനിലാണെങ്കിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഫോം ചെയ്യുന്നു. കോണ്ടിനെന്റിലാണെങ്കിൽ എന്താ സംഭവിക്കാം? 2 കോണ്ടിനെന്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. സോ ഡൈവേർജ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ ഇടയിൽ ഒരു ക്രാക്ക് ഫോം ചെയ്യും. ആ ക്രാക്കിലൂടെ മാഗ്മ പുറത്തേക്ക് വരും. മാഗ്മ പുറത്തേക്ക് വന്ന് സോളിഡിഫൈ ചെയ്യും. മാഗ്മ പുറത്തേക്ക് വരും. അതിന് മുമ്പ് ആ ക്രാക്ക് ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? കോണ്ടിനെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഫോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. കോണ്ടിനെന്റൽ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഫോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് നടത്തുക. ഫോൾട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പ്ലേറ്റ് ഒന്ന് അപ്ലിഫ്റ്റഡ് ആവും, ഒരു പ്ലേറ്റ് താഴോട്ട് തന്നെ ഇരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഫോൾട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് കുറച്ചൊന്ന് താഴോട്ടാവും, മറ്റേതൊന്ന് താഴോട്ടാവും. ഇപ്പൊ നിങ്ങൾ 2 ബുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്. ഒന്നൊന്ന് മുകളിലേക്ക് ആവുക, അങ്ങനെയാണ് ഡൈവേർജിങ് ഫോഴ്സ് വരുമ്പോൾ സംഭവിക്കുക. അപ്പൊ ഡൈവേർജിങ് ഫോഴ്സ് വരുമ്പോൾ ഒരു ലാൻഡ് അപ്ലിഫ്റ്റഡ് ആവും, ഒരു ലാൻഡ് കുറച്ചൊന്ന് താഴെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വാലി പോലെ ഫോം ചെയ്യും. ആ വാലിനെയാണ് നമ്മൾ റിഫ്റ്റ് വാലി എന്ന് വിളിക്കുക. ഓക്കെ, സോ ഡൈവേർജിങ് പ്ലേറ്റ് ബൗണ്ടറി വിച്ച് ലീഡ് ടു കോണ്ടിനെന്റിന്റെ കേസിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ഫോൾട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡയഗ്രത്തിൽ ഓറോജനിക്കൽ ടെൻഷണൽ ഫോഴ്സ് കണ്ടു, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഫോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് നടക്കുക. ഫോൾട്ടിങ്ങിന്റെ ഭാഗമായിട്ട് റിഫ്റ്റ് വാലി ഫോം ചെയ്യും. ഓക്കെ, ഒരു വാലി പോലെ, ഒരു ഡിപ്രഷൻ പോലെ റിഫ്റ്റ് വാലി ഫോം ചെയ്യും. ഓക്കെ, റിഫ്റ്റ് വാലി ഫോം ചെയ്തിട്ട് പിന്നീട് അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫില്ല് ചെയ്യും. കാലാന്തരത്തിൽ അതിൽ വാട്ടർ ഫില്ല് ചെയ്ത് അതൊരു നെയ്സന്റ് സീ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പുതിയതായിട്ട് ന്യൂ സീ എന്നുള്ളതിനെ വേണ്ടിയിട്ട് നെയ്സന്റ് സീ എന്നാണ് പറയാം. ഈ നെയ്സന്റ് സീ പിന്നീട് കാലം കഴിയുമ്പോൾ ഒരു ഓഷ്യൻ ആയിട്ട് മാറും.
ഇതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്. സോ ഓഷ്യൻ ക്രസ്റ്റിലാണെങ്കിൽ റിസൾട്ട് വിൽ ബി മിഡ് ഓഷ്യാനിക് റിഡ്ജ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണെങ്കിൽ ഫസ്റ്റ് റിഫ്റ്റ് വാലി, സെക്കൻഡ് നേസൻ സി, തേർഡ് ഓഷ്യൻ. സോ ദിസ് ഇസ് സോ ഡൈവേർജന്റ് ബൗണ്ടറി കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണെങ്കിൽ ഓർത്തിരിക്കുക, ഡൈവേർജന്റ് ബൗണ്ടറി ഓഷ്യൻ ക്രസ്റ്റിലാണെങ്കിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജ്. കൺഫ്യൂഷൻ വേണ്ട. ഡൈവേർജന്റ് ബൗണ്ടറി ഓഷ്യൻ ക്രസ്റ്റിലാണെങ്കിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ആയിരിക്കും റിസൾട്ടന്റ് ഫോർമേഷൻ. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഇത് ഈ ഒരു ഓർഡറിൽ റിഫ്റ്റ് വാലി, ദെൻ നേസന്റ് സി, ദെൻ ഓഷ്യൻ. ആദ്യം റിഫ്റ്റ് വാലി ഫോം ചെയ്യും, പിന്നെ അതിൽ വാട്ടർ ഫില്ല് ചെയ്ത് നേസന്റ് സി ആയിട്ട് മാറും, ഏറ്റവും ഫൈനലി അതൊരു ഓഷ്യൻ ആയിട്ട് മാറും. വളരെ കാലം എടുത്തിട്ടാണ് ഇത് സംഭവിക്കുക, വർഷങ്ങളോളം എടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുക. ഓക്കെ, സോ യു ക്യാൻ സീ ഇറ്റ് ഇൻ ദിസ് ഇമേജ്. ഇതാണ് ഡൈവേർജന്റ് ബൗണ്ടറി ഇൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ക്ലിയർ? സോ നിങ്ങൾ കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് ന്യൂസ് പേപ്പറിൽ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിനെ കുറിച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അത് ഇമ്പോർട്ടന്റ് ആണ്, റെലവെന്റ് ആണ്. അപ്പം ഇതുപോലെ തന്നെ ആഫ്രിക്കയില് യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഇമേജ്. ഇതുപോലൊരു റിഫ്റ്റ് വാലി ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴല്ല, ഫോം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് പ്രസന്റ്ലി ഇത് ഭയങ്കര എവിഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.